യെസ്, ഗുഡ് ഈവനിങ് ഓൾ. എന്റെ വോയിസ് ഓഡിബിൾ ആണെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ജസ്റ്റ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഇട്ടാൽ മതി. റേഞ്ചിന്റെ എന്തെങ്കിലും ഇഷ്യൂസ് കാരണം വോയിസ് ബ്രേക്ക് ആവുന്നുണ്ടെങ്കിൽ ദെൻ നിങ്ങൾക്ക് വോയിസ് അധികം കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിലും സൗണ്ട് കുറവാണെന്നുണ്ടെങ്കിലും ഒന്ന് പറയണം. ഓക്കെ, താങ്ക് യു സനിയ. സോ നിങ്ങളുടെ ക്ലാസ്സിൽ ഇനി ആരെങ്കിലും സ്ഥിരമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരൊന്ന് ഇൻഫോം ചെയ്യുക ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. നിങ്ങളെല്ലാവരും ക്യാമറ ഓൺ ആക്കാത്തവരാണല്ലേ? ക്ലാസ്സിൽ നിങ്ങളുടെ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ? കുട്ടികളെ ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മൾ വെറുതെ ക്ലാസ് എടുത്ത് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞു പോവാന്നുള്ളതല്ലോ. നിങ്ങൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവര് തന്നെയാണോ ഇപ്പോ ഈ ഒരു ക്ലാസ് റൂമിലുള്ളത്? ഈ ബിസിനസ് സ്റ്റഡീസിന്റെ ക്ലാസ് ഇന്ന് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ബിസിനസ് സ്റ്റഡീസ് ആണ്. സോ അതില് ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരാണ് മിക്കവരും അല്ലെ? അപ്പൊ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഞാൻ എന്തായാലും കുറച്ച് കാര്യങ്ങളാൽ ഒന്ന് കുറച്ച് ഹോസ്പിറ്റൽ കേസും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നോട്ട്സ് ഒന്നും തരാൻ പറ്റിയിട്ടില്ല. മാത്രല്ല നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സസിൽ നോട്ട്സ് വേണം എന്നുള്ളവര് ജസ്റ്റ് ഒന്ന് എന്നെ ഇൻഫോം ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അധികം ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ക്ലാസ്സിൽ നിന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന നോട്ട്സ് ഓക്കെ ആണ് ആയതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾക്ക് ആവശ്യപ്പെടാത്തത്. എന്നാൽ എന്തെങ്കിലും ഷോർട്ട് നോട്ട്സ് ഇപ്പൊ ഞാൻ പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്ന കുറച്ച് സെന്റൻസസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ ന്യൂ മെമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസ് ഇത് ഫസ്റ്റ് ക്ലാസ് ആണ്. ഓക്കെ, സാനിയ ഫസ്റ്റ് ക്ലാസ് ആണ് അല്ലെ? സാരില്ല, നമ്മുടെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും. ലാസ്റ്റ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് അവൈലബിൾ ആക്കി തരാം കേട്ടോ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാഫിംഗ് ആണ് കവർ അപ്പ് ചെയ്ത ടോപ്പിക്. സ്റ്റാഫിംഗ് ഫുള്ള് കഴിഞ്ഞിട്ടില്ല. ഇന്ന് ഞാൻ അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ കൂടിയാണ് എടുക്കുന്നത്. അത് തീരാണെങ്കിൽ നമുക്ക് ഡയറക്റ്റിംഗിലേക്ക് കടക്കാം. ജസ്റ്റ് ഒരു 1 hour അല്ലേ ഉള്ളൂ നമുക്ക് കിട്ടുന്നത്. അതിൽ തീർക്കാൻ പറ്റുന്ന മാക്സിമം സ്ട്രെച്ച് ചെയ്ത് ഞാൻ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലെ? ഒരു 5 minutes വെയിറ്റ് ചെയ്തു, ബാക്കിയുള്ളവർ ജോയിൻ ചെയ്യട്ടെ. റൈറ്റ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെസ്പോൺസിൽ ഇരിക്കണം. ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ആയിട്ടല്ല, പക്ഷെ നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ്സ് പറയാൻ പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് റെസ്പോൺസിൽ ഇരുന്നോളൂ. വീഡിയോ ഓൺ ആക്കണം എന്നില്ല, ജസ്റ്റ് മ്യൂട്ട് മാറ്റിയിട്ട് റെസ്പോണ്ട് ചെയ്യാം അല്ലെങ്കിൽ ചാറ്റിൽ പറയാം. അപ്പോ നമ്മളുടെ പ്ലാനിങ്, ഓർഗനൈസിങ് ടോപ്പിക്സ് ഒക്കെ നമ്മൾ കവർ ചെയ്തു. ദെൻ ഇപ്പോൾ സ്റ്റാഫിംഗ് ടോപ്പിക്കിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഴയ ക്ലാസ്സസ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ ഓൾറെഡി. നിങ്ങൾക്ക് ലിങ്ക് ഷെയർ ചെയ്തിട്ടുള്ള നമ്പർ ഉണ്ടല്ലോ, അതിലേക്ക് ഇൻഫോം ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഉണ്ട് ആ ഗ്രൂപ്പില്, കമ്മ്യൂണിറ്റി ഗ്രൂപ്പില്. എന്നെ ഇൻഫോം ചെയ്താൽ മതി. നമുക്ക് ബാക്കിയുള്ള ക്ലാസ്സസിന്റെ റെക്കോർഡഡ് ക്ലാസ്സോ അതർവൈസ് നോട്ട്സോ എന്താ വെച്ചാൽ പ്രൊവൈഡ് ചെയ്യാം. അപ്പോ ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോട് ബിസിനസ് സ്റ്റഡീസ് ആണ്. കുറച്ച് ഒരു ബോറിംഗ് ആയിട്ടുള്ള ടോപ്പിക് ആയിരിക്കാം ചിലർക്ക് അല്ലെ? ഉറക്കം വരുന്ന ഒരു ക്ലാസ് ആയിരിക്കാം മേ ബി. പക്ഷെ നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ക്ലാസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഓൾറെഡി സ്കൂളിൽ കിട്ടിയിട്ടുള്ള ടോപ്പിക്സ് ആയിരിക്കാം മേ ബി. ഇത് നിങ്ങളുടെ ബിസിനസ് സ്റ്റഡീസ് ഒക്കെ കവറപ്പ് ആയിട്ടുണ്ടാവും, കാരണം നിങ്ങൾക്ക് എക്സാംസ് അല്ലേ വരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പൊ മേ ബി റിവിഷൻ ആയിരിക്കാൻ നടക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിലുള്ള ഓട്ടായിരിക്കും ക്ലാസ്സസ് എടുത്ത് തീർക്കാൻ ടീച്ചേഴ്സ്. അപ്പൊ എന്തായാലും കിട്ടിയ ക്ലാസ്സസ് ചിലപ്പോൾ മിസ്സായിട്ടുള്ളവരുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് കുറച്ചും കൂടി ടിപ്സ്, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എക്സാം ഓറിയന്റഡ് ആയിട്ട് എത്രത്തോളം ഈസി ആയിട്ട് ഈ ബിസിനസ് സ്റ്റഡീസ് ടോപ്പിക് കവർ ചെയ്യാൻ പറ്റും, അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം തിയറി പാർട്ടാണ് ഭയങ്കര ഒരു ഡ്രൈ ഏരിയ ആണ്. നിങ്ങൾക്ക് കുത്തിയിരുന്ന്
കാണാതെ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എക്സാമിൽ വരെ ഓർത്തിരിക്കുക. ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോ ഇന്ന പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് ഓർത്തിരിക്കുക, അതെല്ലാം കാണാതെ പഠിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലെങ്കിലും ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കാം. ഓക്കെ, ഞാനും കൊമേഴ്സ് സ്ട്രീം തന്നെയായിരുന്നു, എനിക്ക് അറിയുന്നത് തന്നെയാണ് ഇതൊക്കെ പഠിക്കാനുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്താന്നുള്ളത്. അപ്പൊ നിങ്ങൾ അതിനെ വലിയ ഒരു ടഫസ്റ്റ് ടാസ്ക് ആയിട്ടൊന്നും കാണണ്ട. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ലൈഫിലെ ഇവന്റുകളായിട്ട് ജസ്റ്റ് ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചാൽ മതി. അതായത് ഇപ്പൊ ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെന്റ് സ്റ്റഡീസ് എന്നും കൂടി നമുക്ക് പറയാം, അല്ലെ? അതായത് നമ്മൾ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളാണ് നിങ്ങൾ ഓരോ ചാപ്റ്റർ ബൈ ചാപ്റ്റർ ആയിട്ട് പഠിക്കുന്നത്, റൈറ്റ്? ഇപ്പൊ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്ടിങ്, കൺട്രോളിങ്, ഇതൊക്കെ ഒരു സ്ഥാപനത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് നോട്ട് ചെയ്യാട്ടോ കാര്യങ്ങള്. വീഡിയോ ഫയൽ. ഓക്കെ, സോ നമ്മളുടെ ഇപ്പൊ നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് ചാടിക്കേറി ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതിന് കൃത്യമായിട്ടുള്ള മിഷനൊക്കെ പുറമെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാനിങ് വേണം. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്യുന്നത് അതിനെ കൃത്യമായി ഓർഗനൈസ് ചെയ്ത് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ ഒരു ഓർഗനൈസേഷൻ ഓർ ഒരു കമ്പനി ആകുമ്പോൾ നമുക്ക് അവിടെ എംപ്ലോയീസ്, മാൻ പവർ വേണം, അല്ലെ? എത്രയൊക്കെ ജോലികൾ ചെയ്യാനുണ്ടോ അതെല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് കേപ്പബിൾ ആയിട്ടുള്ള, കപ്പാസിറ്റി ഉള്ള, സ്കിൽഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ആര് വേണം? എംപ്ലോയീസ് വേണം. കൃത്യമായിട്ടുള്ള ഒരു മാൻ പവർ സപ്ലൈ അവിടെ ഉണ്ടായിരിക്കണം. സോ അതെല്ലാം നമ്മൾ കറക്റ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു സ്റ്റാഫിംഗ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മുമ്പോട്ടുള്ള ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഗോൾ ഉണ്ടായിരിക്കും, റൈറ്റ്? ആ ഒരു ഗോളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ പല എലമെന്റ്സും അതിലുണ്ട്, പല സ്റ്റെപ്പുകൾ അതിലൂടെ കടന്നു പോകാനുണ്ട്. അപ്പോ അതൊക്കെ നമുക്ക് കൃത്യമായിട്ട് നിർവഹിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്ലാനിങ്, അത് കൃത്യമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ എത്തണം. അപ്പോൾ നമ്മൾ ഒരാളായിട്ടല്ല, ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് വ്യക്തികൾ ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ്. സോ അസോസിയേഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതായത് ഞാൻ ആഗ്രഹിക്കുന്നപ്പോ ഒരു 5 പേര് കൂടിയിട്ട് ഒരു ഓർഗനൈസേഷനിൽ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കാന്ന് വിചാരിക്കും. അല്ലെങ്കിൽ വേണ്ട, നമ്മളിപ്പോ ഈ ഒരു ക്ലാസ് റൂമിൽ എത്ര പേരുണ്ട്? 14 പേര്, ഞാനടക്കം ഇപ്പൊ 15 പേരുണ്ട്. അപ്പൊ നമ്മൾ 15 പേരും ഒരു ഓർഗനൈസേഷനിൽ, ഇപ്പൊ നിങ്ങൾ എംപ്ലോയീസ്, മാനേജേഴ്സ്, അങ്ങനെ പല പല ലെവലിലായിട്ട് നമ്മൾ ഈ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണെന്ന് വിചാരിക്കും. നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു അസോസിയേറ്റിംഗ് മെന്റാലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അതായത് ഒരാൾ എടുക്കുന്ന തീരുമാനം, അത് മേ ബി ഒരു ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആയിരിക്കും എടുക്കുക, ആ ഒരു തീരുമാനത്തോട് അനുകൂലിച്ച് ഇത് എന്റെ ഓർഗനൈസേഷൻ കൂടിയാണ്, അതിനനുസരിച്ചിട്ടുള്ള അതിന്റെ ഗ്രോത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിലാണ് ഞാൻ ഏർപ്പെടേണ്ടത് അല്ലെങ്കിൽ ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കാതെ എന്തോ ആവട്ടെ എന്ന് വിചാരിച്ച് നമ്മളിൽ ആരെങ്കിലും ഒരാൾ പോലും നിന്ന് കഴിഞ്ഞാല് ഈ ഒരു ഓർഗനൈസേഷന്റെ ഗ്രോത്തിനെ അത് ബാധിക്കും, അല്ലെ? അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോ നിങ്ങളിപ്പോ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്, നമ്മളിപ്പോ ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ്, നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഓപ്പൺ ചെയ്യാം. ഞാൻ NCERTയുടെ സിലബസ് എക്സൽ ടെക്സ്റ്റ് ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാം, നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ എടുക്കുക. ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ് ആണ് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്, നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, നമ്മളെ ലാസ്റ്റ് ക്ലാസ്സിൽ സ്റ്റാഫിംഗ് പ്രോസസ് ആണ് എടുത്ത് നിർത്തിയിട്ടുള്ളത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ ഓർഗനൈസേഷൻ ആണെന്ന് വിചാരിക്കാം. ആ ഓർഗനൈസേഷനിൽ ഒരു സ്റ്റാഫിംഗ് പ്രോസസ്സ് നിങ്ങൾ നടത്താൻ പോവാണ്. ഓക്കെ, സോ ആ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത് പഠിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് പഠിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങളുടെ എക്സാമില് സ്റ്റാഫിംഗ് പ്രോസസ്സ് എന്താണെന്നുള്ളത് കാണാതെ പഠിച്ചിട്ട്, ഇപ്പോ ഒരു എത്ര പോയിന്റ്സ് ഉണ്ടായിരുന്നു? 8 പോയിന്റ്സ് ആണുള്ളത്. ആ 8 പോയിന്റ്സും നിങ്ങൾ കാണാതെ പഠിക്കാന്ന് വിചാരിക്കും. എക്സാം ടൈമില് നിങ്ങൾക്ക് ചിലപ്പോ 6ാമത്തെ പോയിന്റ് ആയിരിക്കും ആദ്യം ഓർമ്മ വരാം.
പക്ഷെ അതൊരു പ്രോസസ്സാണ്. 6th പോയിന്റ് ഒരിക്കലും ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റില്ല, അല്ലെ? അപ്പൊ അതൊരു പ്രോസസ്സായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ ഇപ്പൊ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തൊരു ഓർഗനൈസേഷനിൽ നടക്കുന്ന ഒരു പ്രോസസ്സായിട്ട് കണക്ട് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കത്തിൽ പോലും ആ ഒരു പ്രോസസ്സിന്റെ 8 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് പറയും. അതല്ല, ഇത് എക്സാമിന് എഴുതണമല്ലോ, മാർക്ക് കിട്ടണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കാണാതെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ് സ്റ്റഡീസിലെ ഏത് ടോപ്പിക്കും ടഫായിരിക്കും. ഓക്കെ, അപ്പോ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തെങ്കിലും ഒരു റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് കണക്ട് ചെയ്തിട്ട് നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കുക. ദെൻ ഞാൻ പറഞ്ഞത് ആരൊക്കെ ഫോളോ ചെയ്തു എന്ന് അറിയില്ല. ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ ഇടാം. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ടോപ്പിക്സ് മനസ്സിലാക്കി പഠിച്ചിട്ട് നിങ്ങളത് എഴുതി നോക്കിയിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറയണം കേട്ടോ. കാരണം നിങ്ങൾക്കത് തീർച്ചയായിട്ടും അത് എഴുതി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും. എക്സാമിന് ഈ ഒരു ടോപ്പിക്ക് ചോദിച്ചാൽ എനിക്ക് സ്വന്തമായിട്ട് എഴുതാൻ പറ്റും, എന്റെ സ്വന്തം വാക്കുകളിൽ ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതൊന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് അപ്പോഴാണ് കിട്ടുക. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എഴുതി നോക്കാൻ പറഞ്ഞിരുന്നത്. അങ്ങനെ ചെയ്തവർ ആരെങ്കിലും ഉണ്ടോ? ലാസ്റ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നവരോടാണ് ചോദിക്കുന്നത്. ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറയാം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മളുടെ ടോപ്പിക്കിലേക്ക് ഡയറക്റ്റ് കിടക്കുകയാണ്. ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ്. എന്താണ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത സെയിം കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റാഫിംഗ് ഈ പറയുന്ന ഏതെല്ലാം തലത്തിലേക്കാണ് നമ്മുടെ സ്റ്റാഫിംഗ് ഇൻവോൾവ് ആയിട്ടുള്ളത് എന്നാണ് നമ്മളുടെ ഈ ഒരു ആസ്പെക്ട്സ് ഓഫ് സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതെല്ലാം തലങ്ങളാണ്? റിക്രൂട്ട്മെന്റ് ഉണ്ട്, സെലക്ഷൻ ഉണ്ട്, ട്രെയിനിങ് ഉണ്ട്. റിക്രൂട്ട്മെന്റ് എന്താ? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് എന്താണത്? ഒരു ലാർജ് പൂൾ ഓഫ് ആളുകള് ഒരു വേക്കൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാണ്, അല്ലെ? ഒരു ജോബ് വേക്കൻസി കാണുമ്പോൾ അതിലേക്ക് ഒരുപാട് പേര് അപ്ലൈ ചെയ്യാണ്. ആ പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് അതൊരിക്കലും ഒരു എന്താ പറയാ അപ്പോയിന്റ്മെന്റ് പ്രോസസ്സിനെയല്ല റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അത് അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ആസ്പെക്ട് ഓഫ് സ്റ്റാഫിംഗ്, സെലക്ഷൻ. അതായത് ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, റിക്രൂട്ട്മെന്റ് ഇസ് എ പോസിറ്റീവ് പ്രോസസ്, ബട്ട് സെലക്ഷനിലേക്ക് വരുമ്പോൾ അതൊരു നെഗറ്റീവ് പ്രോസസ് ആണ്. കാരണം നമ്മൾ എന്ത് കാര്യം സെലക്ട് ചെയ്യുമ്പോഴും നമ്മളുടെ ഇഷ്ടം അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹം അതിനുള്ള ഒരു കാര്യമാണ്, ആ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സെലക്ട് ചെയ്യുക. പക്ഷെ അതവിടെ ഇപ്പുറത്ത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ റിജക്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം സെലക്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലെ? സോ ആ റിജക്ഷൻ എന്ന് പറയുന്ന കാര്യമാണ് ഇവിടെ നെഗറ്റീവ് പ്രോസസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അപ്പോ ഒരു ജോലിയിലേക്ക് വരുമ്പോ അതെങ്ങനെയാണ്? സ്റ്റാഫിങ്ങിലേക്ക് വരുമ്പോ എങ്ങനെയാ സെലക്ഷൻ പ്രോസസ് നെഗറ്റീവ് ആവുക? ഒരുപാട് പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു 10 പേരുടെ വേക്കൻസി ആണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1000 പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. 100 പേരെ ആയിരിക്കും ആ ഒരു CV നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കമ്പനി ചിലപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ദെൻ അതിൽ നിന്നും ഇന്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ടാവുക ചിലപ്പോൾ ഒരു 50 പേരെ ആയിരിക്കും. അതിൽ നിന്നും ബാക്കി 40 പേരെ റിജക്ട് ചെയ്തതിന് ശേഷമാണ് 10 പേരെ അവര് അപ്പോയിന്റ് ചെയ്യാം. സോ അതൊരു നെഗറ്റീവ് പ്രോസസ്സാണ്. ഓക്കെ, അവിടെ നമ്മൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ ടോട്ടൽ കാൻഡിഡേറ്റ്സിൽ നിന്നും വേണ്ടാത്ത ആളുകളെ എല്ലാം മാറ്റിയിട്ട് നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രം റിക്രൂട്ട് ചെയ്തിട്ട് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ തേർഡ് ആസ്പെക്ട് ഓഫ് സ്റ്റാഫിംഗ് എന്താ? ട്രെയിനിങ്. അതായത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള, നമ്മുടെ വർക്ക് ചെയ്യാനായിട്ട് ആപ്റ്റ് ആയിട്ടുള്ള, കേപ്പബിൾ ആയിട്ടുള്ള സ്റ്റാഫിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ദെൻ നമുക്ക് അവർക്ക് ട്രെയിനിങ് കൊടുക്കുക. നമ്മൾ ഏതൊക്കെ വർക്കാണ് ഇവിടെ ചെയ്യേണ്ടതുള്ളത്, അവർക്ക് അവരുടെ ചെയ്യേണ്ട ജോലിയെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കി കൊടുക്കുകയാണ്, നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് മൂന്നാണ് ഇപ്പൊ സ്റ്റാഫിങ്ങിന്റെ പല തലങ്ങൾ. 3 തലങ്ങളാണിത്. ഓക്കെ, അപ്പോ ഇതോട് കൂടിയിട്ടൊരു ഓൾമോസ്റ്റ് 50% ഓഫ് സ്റ്റാഫിങ്ങിന്റെ ടോപ്പിക് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ നമുക്ക് ഇനിയും എന്താണ് ജസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്താണെന്നാ നമ്മൾ പറഞ്ഞത്, അതിലേക്ക് കടക്കാം. എങ്ങനെയാണ് റിക്രൂട്ട്മെന്റിന്റെ പ്രോസസ്സിൽ വരുന്നത്? എന്തൊക്കെ സോഴ്സസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? വേക്കൻസീസ് വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് നമ്മൾ സ്റ്റാഫിനെ എടുക്കുക, എംപ്ലോയീസിനെ? ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്, അല്ലെ? അതായത്
റിക്രൂട്ട്മെന്റിലേക്ക് വരുമ്പോ അതൊരു സെലക്ഷൻ പ്രോസസ് അല്ല, അതൊരു സെർച്ചിങ് പ്രോസസ് ആണ്. അതായത് സ്റ്റാഫിനെ നമ്മൾ സെർച്ച് ചെയ്യാണ്. നമ്മളുടെ ഓർഗനൈസേഷനിലേക്ക് വേക്കൻസി വന്നു, ഇന്ന വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു എംപ്ലോയിനെ നമ്മൾ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ റിക്രൂട്ട്മെന്റിൽ വരുന്ന ബാക്കി കാര്യങ്ങൾ നമ്മൾക്ക് എന്താന്നുള്ളത് നോക്കാം. അതായത് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ ഏതൊക്കെ സോഴ്സിൽ നിന്നൊക്കെ പറ്റുമെന്ന് പറഞ്ഞാൽ ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഇന്റേണൽ സോഴ്സസ് ഏതൊക്കെയാ? ട്രാൻസ്ഫേഴ്സ് ഉണ്ട്, പ്രമോഷൻസ് ഉണ്ട്. ഓക്കെ, ഈ ട്രാൻസ്ഫറും പ്രമോഷനും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ട്രാൻസ്ഫർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ പല മൂവീസിലും കണ്ടിട്ടുണ്ടാവും. പോലീസുകാരെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആക്കി, അല്ലെങ്കിൽ ഒരു ബാങ്ക് എംപ്ലോയിനെ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അതെന്ന് പറയുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്ന ഈ ട്രാൻസ്ഫർ ഒക്കെ? അവരുടെ എക്സ്പീരിയൻസിനനുസരിച്ചിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാറ്റുന്നത്. ഓക്കെ, സോ നമ്മുടെ ഓർഗനൈസേഷനിലെ വേക്കൻസീസ് വരുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരാളെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഈ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് എന്ന് പറയുന്നത് പ്രമോഷൻ ആണ്. പ്രമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഒരു പ്യൂൺ എന്ന് പറയുന്നത്, അതായത് ഒരു ലോവർ ലെവൽ മാനേജ്മെന്റിൽ നിൽക്കുന്ന ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാണ് അവരുടെ പൊസിഷൻ. അതായത് നെക്സ്റ്റ് പൊസിഷനിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഡെസിഗ്നേഷൻ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? ബൈ ഇൻക്രീസിങ് ദയർ സാലറി. അവരുടെ ഒരു പോസ്റ്റ് മാറ്റി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ഡിഫറൻസ് അവർക്ക് ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ വർക്കില് ഡിഫറൻസ് വരണം. ദെൻ അവർക്ക് കിട്ടുന്ന ഇൻക്രിമെന്റ്, സാലറി ഇൻക്രിമെന്റും കൂടി വേണം. അതായത് കിട്ടുന്ന സാലറിയിൽ നിന്നും ബേസിക് പേയിൽ നിന്നും കുറച്ചും കൂടി ഒരു ലെവൽ ഓഫ് പേ ഇൻക്രീസ് ചെയ്താലാണ് അവർക്ക് ആ ഒരു പ്രമോഷൻ ആയി എന്നുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലിലേക്ക് വരുള്ളൂ. ഓക്കെ, സോ അവരുടെ സ്റ്റാറ്റസ് മാറുകയാണ്. അതായത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഇന്നലെ പേര് വിളിച്ചിരുന്നവരെ നാളെ സാർ എന്ന് വിളിക്കേണ്ട ഒരു അവസ്ഥ എന്ന് പറയില്ലേ, അതിനെയാണ് എക്സാക്ട്ലി പ്രമോഷൻ എന്ന് പറയാം. അതായത് ഒരു വെർട്ടിക്കൽ ഷിഫ്റ്റിംഗ് ആണ് നടക്കുന്നത്. ഇപ്പോ നമുക്ക് പ്യൂണായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ ആയിരുന്ന ഒരു വ്യക്തി മാനേജർ പോസ്റ്റിലേക്ക് മാറുന്നു. ഓക്കെ, സോ അതാണ് പ്രമോഷൻ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് സോഴ്സ്. അതായത് ഇന്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു വേക്കൻസി വരുമ്പോ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിലെ ഒരു ബ്രാഞ്ചിൽ വേക്കൻസി വന്നു, അടുത്ത ബ്രാഞ്ചിലുള്ള ഒരു വ്യക്തി ട്രെയിൻഡ് ആണ്, എക്സ്പീരിയൻസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുവരാം, ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ, ദെൻ വേറെന്താണ്? നമുക്ക് ഹയർ ലെവലിലേക്ക് ഒരു പ്രമോഷൻ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹയർ ലെവലിലേക്ക് ഒരു വേക്കൻസി വന്നു, ലോവർ ലെവലിൽ നിൽക്കുന്ന, തൊട്ട് താഴത്തെ ലെവലിലെ ഡെസിഗ്നേഷനിൽ നിൽക്കുന്ന എംപ്ലോയി എന്ന് പറയുന്നത് ഭയങ്കര ട്രെയിൻഡ് ആയി, ഭയങ്കര സ്കില്ല്, അതായത് ആളുടെ പെർഫോമൻസ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിൽക്കുന്ന ഒരു ഡെസിഗ്നേഷനേക്കാളും കൂടുതൽ ആള് പെർഫോം ചെയ്യാനായിട്ട് തയ്യാറാണ്. അത്രയും ഒരു പെർഫോമൻസ് ലെവൽ അദ്ദേഹത്തിന് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് പ്രമോഷൻ കൊടുക്കും. ഓക്കെ, അപ്പോ അതിനെയാണ് ഈ പറയുന്ന ഇന്റേണൽ സോഴ്സ്, അതായത് വിത്തിൻ ദി ഓർഗനൈസേഷൻ നമ്മൾ എന്ത് ചെയ്യാണ്? റിക്രൂട്ട് ചെയ്യാണ്. പിന്നെ എന്ത് സോഴ്സാ ഉള്ളത്? എക്സ്റ്റേണൽ സോഴ്സ്. അതായത് നമുക്ക് ഇപ്പോ ഇന്റേണൽ സോഴ്സിൽ നമ്മൾക്ക് ഒരു വേക്കൻസി വന്നപ്പോ ഇന്റേണൽ സോഴ്സിൽ ഓൾറെഡി ഉള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് അതിന് കേപ്പബിൾ അല്ല, കുറച്ചും കൂടിയും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒബ്വിയസ്ലി നമ്മൾ ഒരു എക്സ്റ്റേണൽ സോഴ്സിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും. അതെന്തൊക്കെയാണ് സോഴ്സസ്? നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ടല്ലോ. ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, ഇത് പ്രത്യേകിച്ച് വലിയ കാര്യമില്ല. അതായത് ഈ എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോൾ ഞാനിപ്പോ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം, ഓക്കെ, അതായത് ഞാൻ ജ്യോതി ഇപ്പൊ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തില് ഞാൻ എന്ന എംപ്ലോയി എന്ന് പറയുന്നത് ഇന്റേണൽ സോഴ്സാ. ക്ലിയർ? ഇവിടെ ഒരു വേക്കൻസി വന്നു എന്നുണ്ടെങ്കിൽ എന്നെ വേറൊരു ഏരിയയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച്, അതായത് നിങ്ങൾ കുട്ടികൾ ഇപ്പൊ പഠിച്ചിറങ്ങി എന്ന് വിചാരിക്കും, അപ്പൊ നിങ്ങളെ റിക്രൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെന്താണ്? ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു എംപ്ലോയി അല്ല നിങ്ങൾ കുട്ടികളാണ്, പഠിച്ചിറങ്ങിയിട്ടേ ഉള്ളൂ. സോ നിങ്ങള് എക്സ്റ്റേണൽ സോഴ്സസ് ആണ്. ക്ലിയർ? അതായത് നിങ്ങൾക്ക് അപ്പൊ എങ്ങനെയാ ഈ ജോലിയിലേക്ക് എൻട്രി വരിക? നിങ്ങൾ ഓൾറെഡി ഇവിടെ ചിലപ്പോ ഈ ഒരു കമ്പനിയിൽ CV നിങ്ങളുടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ലിങ്ക്ഡിൻ, ഇൻഡീഡ്, കൺസൾട്ടൻസീസ്, ഈ Naukri.com ഇതുപോലെയുള്ള പല ജോബ് സൈറ്റുകളിൽ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതൊക്കെ സെർച്ച് ചെയ്യും. അതായത് ഒരു മാനേജ്മെന്റ്, ഞാനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വേണ്ട എംപ്ലോയീസ് അല്ലെങ്കിൽ എനിക്ക് വേണ്ട സ്റ്റാഫിനെ സെർച്ച് ചെയ്യാനുള്ള
എല്ലാവിധ സോഴ്സസും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്ന ഒരു സോഴ്സ് എന്താ, വലിയ സ്കില്ലോ കപ്പാസിറ്റിയോ ഒന്നും റിക്വയർഡ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ല ഇത്. അതായത് ജസ്റ്റ് നമ്മുടെ ഓർഗനൈസേഷന്റെ പുറത്ത് ഇങ്ങനെ വേക്കൻസി ഉണ്ട് അല്ലെങ്കിൽ സ്റ്റാഫ് റിക്വയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ബോർഡ് വെക്കുകയാണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ ഒട്ടിക്കുകയാണ്. അത് കണ്ടുകൊണ്ട് നമുക്കിപ്പോ ആരെങ്കിലും അപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ ഓക്കെ ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്യും. ഇതാണ് ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് കാഷ്വൽ കോളേഴ്സ് എന്ന് വെച്ചാൽ എല്ലാ കമ്പനീസിന്റെ കയ്യിലും ജോബ് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിന്റെ ഡാറ്റ ഉണ്ടായിരിക്കും, എങ്ങനെയെങ്കിലും ഒക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുള്ളതായിരിക്കും, മേ ബി പർച്ചേസ് ഡാറ്റ ആയിരിക്കാം, വാട്ട് എവർ. അപ്പോ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മളുടെ ഓർഗനൈസേഷൻ ഡാറ്റാബേസ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട്, ആ കോണ്ടാക്ട് നമ്പർ വെച്ചിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യും. അതായത് ഇത് സ്ഥിരമായിട്ട് ചെയ്യണ ഒരു പ്രവൃത്തിയാണ്. അതായത് ഇങ്ങനെ കോൾ ചെയ്തിട്ട് പറയും ഇവിടെ ഇങ്ങനെ വേക്കൻസി ഉണ്ട്, നിങ്ങൾക്ക് ജോബ് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അപ്പോയിന്റഡ് ആവാം, ഇന്റർവ്യൂവിന് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്ന ജസ്റ്റ് ഒരു കാഷ്വൽ കോളേഴ്സ്. അതാണ് ഒരു നെക്സ്റ്റ് സോഴ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, പിന്നെന്താ അഡ്വർടൈസ്മെന്റ്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ കാണുന്ന വേക്കൻസി സോഴ്സസ് ആണ്. അതായത് ഇപ്പോ പല സ്ഥലങ്ങളിലും ഒട്ടിച്ച് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ഓർഗനൈസേഷന് മുമ്പിൽ അല്ലാണ്ട് തന്നെ പല പോസ്റ്റിലും അതിലും ഒക്കെ അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സിൽ. ഓക്കെ, അത് വേറൊരു സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ്. പിന്നെന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. എന്താ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഗവൺമെന്റിന്റെ തന്നെയാണത്. അതായത് നമ്മൾ അവിടെ പേര് രജിസ്റ്റർ ചെയ്യാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ. അതായത് ജോലി ഇല്ല എന്നുള്ള കാര്യം നമ്മൾ ഗവൺമെന്റിനെ അറിയിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും കമ്പനിയുടെ വേക്കൻസീസ് ഒക്കെ വരുമ്പോൾ ഗവൺമെന്റ് ഈ ഇന്റർവ്യൂവിന് വിളിക്കും നമ്മളെ. നമ്മൾ അതിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോയിന്റ് ചെയ്യും. അത്രേ ഉള്ളൂ. ദെൻ എന്താണ് പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യം തന്നെയാണ്, പോയിന്റ്സ് തന്നെയാണ്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ സോഴ്സസ് ഒക്കെ ജസ്റ്റ് പറഞ്ഞ് ഒറ്റ തവണ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറഞ്ഞോളൂ. സ്പീഡ് കൂടുന്നുണ്ടെങ്കിലും പറയണം, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റണില്ലെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് പ്ലേസ്മെന്റ് ഏജൻസീസ് ആൻഡ് മാനേജ്മെന്റ് കൺസൾട്ടൻസ്. ഇവര് ഒരു ലിങ്ക് ആയിട്ടാണ് പ്രവർത്തിക്കുക. അതായത് നമുക്കിപ്പോ ജോലി വേക്കൻസി ഉണ്ടെന്ന് വിചാരിക്കാം. ആ പറയുന്ന നമ്മുടെ മാനേജ്മെന്റും പിന്നെ ജോലി ആവശ്യമുള്ളവർ പുറത്തുണ്ടായിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ ഓർഗനൈസേഷനെ സംബന്ധിച്ച് നമുക്ക് എംപ്ലോയീസിനെ ആവശ്യമാണ്, പുറത്ത് നിൽക്കുന്ന എംപ്ലോയീസിനെ സംബന്ധിച്ച് അവർക്ക് ജോലി ആവശ്യമാണ്. ഓക്കെ, ഇങ്ങനെ രണ്ട് ആവശ്യക്കാരെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഏജൻസീസ്, കൺസൾട്ടൻസീസ് പുറത്തുണ്ട്. അവരാണ് ഈ പറയുന്ന പ്ലേസ്മെന്റ് ഏജൻസീസും മാനേജ്മെന്റ് കൺസൾട്ടൻസീസും. അവരിപ്പോ ചെറിയ ഫീസ് ഒക്കെ വാങ്ങും. നിങ്ങൾക്കിപ്പോ ഒരു കാൻഡിഡേറ്റിന്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ജോലി തരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സാലറിന്ന് ഇത്ര പെർസെന്റേജ് ഓഫ് എമൗണ്ട് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നോ ചെറിയൊരു ഫീസ് ഒക്കെ കളക്ട് ചെയ്തിട്ടാണ് അവര് നമുക്ക് എന്ത് തരിക, ഈ ജോബ് അത്യാവശ്യമായിട്ടുള്ള ആളുകളുടെ കോണ്ടാക്ട് തരാം. ഓക്കെ, ദെൻ എന്താണ് സോഴ്സ് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. നിങ്ങളൊക്കെ ഒരു +2 കഴിഞ്ഞിട്ട് കോളേജിലേക്ക് കടക്കുമ്പോൾ നിങ്ങളൊക്കെ വെയിറ്റിംഗ് ആയിരിക്കും തീർച്ചയായിട്ടും. കാരണം ഒരു ഡിഗ്രി ഒക്കെ നിങ്ങൾക്ക് ഡിഗ്രി കാലഘട്ടമൊക്കെ എൻജോയ് ചെയ്യണു, ഇതൊക്കെ നിങ്ങളുടെ ആഗ്രഹത്തിലുള്ള കാര്യങ്ങളാണ്. അതിന്റെ കൂടെ തന്നെ പഠിച്ചിറങ്ങുമ്പോൾ ഒരു ജോലി വേണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ടായിരിക്കുമല്ലോ. അപ്പോ ഫൈനൽ ഇയർ ആവുമ്പോൾ നിങ്ങളുടെ ക്യാമ്പസുകളിൽ നമ്മുടെ, അതായത് ഇപ്പൊ ഞാൻ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ കമ്പനിക്ക് എംപ്ലോയീസിനെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ജസ്റ്റ് പഠിച്ചിറങ്ങിയിട്ടുള്ള ഗ്രാജുവേറ്റ്സിനെ വേണം എന്നുണ്ടെങ്കിൽ, എന്നാൽ അവർ ക്വാളിഫൈഡ് ആയിരിക്കും വേണം, വലിയ എക്സ്പീരിയൻസ്. അപ്പൊ നിങ്ങൾ പഠിച്ചിറങ്ങുന്ന ലാസ്റ്റ് ഫൈനൽ ഇയേഴ്സിന് എന്ത് എക്സ്പീരിയൻസ്, 0 എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷെ എന്നാൽ അവരെ ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ഒരു ഫ്രഷർ കാറ്റഗറി ആഗ്രഹിക്കുന്ന ഓർഗനൈസേഷൻ ആണ് എന്റെ എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടെയുള്ള ഡിഗ്രി ക്യാമ്പസുകള് അതുപോലെ തന്നെ PG ക്യാമ്പസുകളൊക്കെ ആയിട്ടൊരു ടൈപ്പ് അവിടെ പോയിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് നടത്തും. അപ്പോൾ അവിടെ ഫൈനൽ ഇയറിൽ നടത്തുമ്പോൾ അവിടെ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യും, എംപ്ലോയി ആയിട്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫായിട്ടോ സെലക്ട് ചെയ്യും. ഓക്കെ, ആ പ്രോസസ്സാണ് എന്ത് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്. ദെൻ റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ്. അതായത് ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസ് പറയും എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്,
ആ ഒരു ഫ്രണ്ട് ജോബ് ഓൾറെഡി സീക്കിംഗ് ആണ്, അദ്ദേഹം ഇത്ര ക്വാളിഫൈഡ് ആണ്, ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് എന്നൊക്കെ അവരൊരു റെഫറൻസ് തരുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എംപ്ലോയീസിന്റെ റെഫറൻസിൽ വരുന്ന സോഴ്സ് ആണ് എന്ത്, റെക്കമെൻഡേഷൻ ഓഫ് എംപ്ലോയീസ് എന്ന് പറയുന്നത്. ദെൻ എന്താ, ലേബർ കോൺട്രാക്ടേഴ്സ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങളുടെ നാട്ടിലൊക്കെ. അതായത് ഇവര് ചില്ലറക്കാരല്ല കേട്ടോ. ലേബർ കോൺട്രാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാൻ പവർ ഡിസ്ട്രിബ്യൂട്ടേഴ്സാ. അതായത് സ്റ്റാഫുകളെ ഓരോ ആവശ്യത്തിനനുസരിച്ച്, ഓരോ വർക്ക് പ്ലേസിൽ അവരൊക്കെ എത്രയൊക്കെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മാൻ പവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന, മാൻ പവർ സപ്ലൈ ചെയ്യുന്നവരാണ് ഈ ലേബർ കോൺട്രാക്ടേഴ്സ്. അതായത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ അതിഥി തൊഴിലാളികളുണ്ട് നമ്മളുടെ നാട്ടില് അല്ലെ, പുറത്തുനിന്ന് വന്ന് ജോലി ചെയ്യുന്നവര്. അവരൊക്കെ ഒരു കോൺട്രാക്ടറുടെ കീഴിലായിരിക്കും. അവരുടെ എന്താ പറയാ, എല്ലാ മറ്റേ ഈ ആധാർ അങ്ങനത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുള്ളത് ഒരു സിംഗിൾ കോൺട്രാക്ടർ ആയിരിക്കും, ഒരു ലേബർ കോൺട്രാക്ടർ ആയിരിക്കും. അദ്ദേഹം ഈ ഒരു കമ്പനിയായിട്ട് ലിങ്ക് വെച്ചിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള സ്കില്ലിനനുസരിച്ചുള്ള എംപ്ലോയീസ് ആരാണോ അവരെ സപ്ലൈ ചെയ്യും. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഇടനിലക്കാരനായിട്ട് നിൽക്കുക ഈ ലേബർ കോൺട്രാക്ടേഴ്സ് ആയിരിക്കും. ഓക്കെ, ദെൻ എന്താണ്, അഡ്വർടൈസിങ് ഓൺ ടെലിവിഷൻ. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഈ അഡ്വർടൈസിങ് ഓൺ ടെലിവിഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടുള്ളത് മോസ്റ്റ് മോഡേൺ ടെക്നിക് ആണെന്നാ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാ ഇപ്പോ ഇന്നത്തെ കാലത്ത് ഈ ടെലിവിഷനിൽ വരുന്ന ഒരു അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത് ഒരു മോസ്റ്റ് മോഡേൺ ടെക്നിക് ആണെന്നുള്ളത്? ഒരിക്കലും ഇല്ല. കാരണം എന്താണ്, ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റഗ്രാം, ഈ സോഷ്യൽ മീഡിയയിലാണ് എല്ലാവരും ഈ പറയുന്ന കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. ടി വിയിൽ ഒരു അഡ്വർടൈസ്മെന്റ് നോക്കിയിരിക്കുക എന്നുള്ളതല്ല. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലുള്ള പല സോഷ്യൽ മീഡിയാസ് ത്രൂ ആയിരിക്കും നമുക്ക് എന്ത് ഇൻഫർമേഷൻസ് കിട്ടുക, അല്ലെങ്കിൽ ഈ പറയുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടുക. ഓക്കെ, അപ്പോ ഇന്നത്തെ കാലത്തെ സംബന്ധിച്ച് നമുക്ക് എന്താണ്, ടെക്നിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മോസ്റ്റ് മോഡേൺ ടെക്നിക് എന്ന് പറയുന്നത് എന്താണ്? ഒബ്വിയസ്ലി സോഷ്യൽ മീഡിയാസ് ആണ്, അല്ലാണ്ട് ടെലിവിഷനിൽ വരുന്ന അഡ്വർടൈസ്മെന്റ്സ് അല്ല. ഓക്കെ, ദെൻ എന്താണ്, വെബ് പബ്ലിഷിംഗ്. അതായത് ഈ പറയുന്ന ഇൻഡീഡ്, ലിങ്ക്ഡിൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, Naukri.com, ഇതുപോലെയുള്ള പല ഈ ജോബ് സൈറ്റ്സ് ഉണ്ടായിരിക്കും. അവരൊരിക്കലും ഇന്റർമീഡിയറീസ്, അതായത് മീഡിയേറ്റേഴ്സ് ആയിരിക്കില്ല. ഓക്കെ, അതിൽ ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക, ജോബ് പല കമ്പനീസും അതിലിങ്ങനെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരെ നോക്കി ഡാറ്റ എടുത്തിട്ട് കോൾ ചെയ്യും, നിങ്ങളെ കോൾ ഫോർ ചെയ്യും. എന്തിന്? ഇന്റർവ്യൂവിന് വിളിക്കും. നിങ്ങൾക്ക് അവിടെ പോയി ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ആപ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോബിന് അപ്പോയിന്റഡ് ആവാം. ഓക്കെ, സോ ഇത്രയാണ് എന്ത് വരുന്നത്, നമ്മളുടെ ഇന്റേണൽ സോഴ്സസും എക്സ്റ്റേണൽ സോഴ്സസും വരുന്നത്. ഇനി നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള ടോപ്പിക് എന്ന് പറയുന്നത് ഈ ഇന്റേണൽ സോഴ്സസിന്റെ മെറിറ്റ്സ് ആണ്. എന്തൊക്കെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? നിങ്ങൾക്ക് ഇപ്പോ എക്സാമിന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അതായത് മെറിറ്റ്സ് ഓഫ് വാട്ട് റിക്രൂട്ട്മെന്റ് പ്രോസസ്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റിന്റെ എന്തൊക്കെ സോഴ്സസ് ആണുള്ളത്. അതിപ്പോ ഇന്റേണൽ സോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ മെറിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ഡിമെറിറ്റ്സ് എന്താണ്? ഈ ചോദ്യം വന്നു, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് മെറിറ്റ്സ് മാത്രമാണെന്ന് വിചാരിക്കാം. നിങ്ങളെ സംബന്ധിച്ച് ഡിമെറിറ്റ്സ് ചോദിച്ചിട്ടുള്ളപ്പോ നിങ്ങൾ അത് എങ്ങനെയാ എഴുതുക? നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ നിങ്ങൾ അത് ഒരിക്കലും അവിടെ വിട്ട് കളയരുത്. അതായത് ഏതൊരു കാര്യത്തിന്റെയും മെറിറ്റിനെ ജസ്റ്റ് ഒന്ന് ഓപ്പോസിറ്റ് ആക്കിയിട്ട് ഒരു ഡിമെറിറ്റ് ആക്കി നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റണം. അതായത് ജനറലി സ്പീക്കിംഗ് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏത് ടോപ്പിക് ആയിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, ദെൻ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ഇതൊക്കെ തന്നെയാണ് എല്ലാ ചാപ്റ്ററിലും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഓരോ ചാപ്റ്ററിലെയും കാണാതെ പഠിച്ച് ഈ ക്യാരക്ടറിസ്റ്റിക്സ്, ഫീച്ചേഴ്സ്, ഡെഫിനിഷൻ, മീനിങ്, അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ടൈപ്സ്, പ്രോസസ്, ഇതൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും എക്സാമിന് വരുമ്പോൾ ഒരു അവിയൽ വരുമായിരിക്കും. ചോദിക്കുന്ന ചോദ്യത്തിനായിരിക്കില്ല ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ പഠിച്ചിട്ടുള്ള ടോപ്പിക് ആയിരിക്കാം, ആൻസർ ചെയ്യാനായിട്ട് കറക്റ്റ് ആയിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പോ ആ സമയത്ത് ഏത് ടോപ്പിക്കാണോ ഓർമ്മയുള്ളത്, അതായത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എന്തെങ്കിലും ഒരു ടോപ്പിക് ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക, പക്ഷെ ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടറിസ്റ്റിക്സിനെ നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ആക്കി മാറ്റി എഴുതാൻ പറ്റണം. അതായത് സെയിം പോയിന്റ്സ് എഴുതണം എന്നല്ല, ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എഴുതാൻ പറ്റണം, എഴുതാതെ വിടരുത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതേ സെയിം സാധനം ഈ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതാണ്, ഇന്ന കാര്യങ്ങളാണ് ഈ ഒരു ടോപ്പിക്കിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. ചിലപ്പോൾ നിങ്ങൾ അഡ്വാൻറ്റേജസ് പഠിച്ചിട്ടുണ്ടാവില്ല,
പക്ഷെ ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരിക്കും. അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റണം. ഓക്കെ, ഈ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞ് എഴുതുന്നതിനെ ഒന്ന് നെഗറ്റീവ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ, ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോ നിങ്ങൾ ഒരിക്കലും എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിനെ ഏതെങ്കിലും പഠിച്ചൊരു ടോപ്പിക് റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ആൻസറിനെ ഒന്ന് കണക്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് എഴുതാൻ പ്രാക്ടീസ് ചെയ്യാം. അത്രയാണ് തിയറി സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ ഞാനിത് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റ്സ് ഓഫ് ഇന്റേണൽ സോഴ്സസ് മാത്രം നമ്മളിപ്പോ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്തൊക്കെയാണ് ലിമിറ്റേഷൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ തിരുത്തി എഴുതാൻ പറ്റണം. ഓക്കെ, സോ മെറിറ്റ്സ് എന്ന് പറയുന്നത് മോട്ടിവേഷൻ, അതായത് പ്രൊമോഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കൊരു എംപ്ലോയിക്ക് പ്രൊമോഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ എംപ്ലോയീസിന്റെ വർക്ക് പൊട്ടൻഷ്യൽ ഇൻക്രീസ് ചെയ്യും, അല്ലെ? അപ്പൊ അതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അത്രേ അതിൽ ഉദ്ദേശിക്കുന്നുള്ളൂ. ദെൻ എന്താണ് റിലയബിൾ മെത്തേഡ് ആണെന്ന് പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്കുള്ള ഒരു സോഴ്സ് ആണല്ലോ ഈ പറയുന്ന ഇന്റേണൽ സോഴ്സ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ പ്രൊമോഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോ മോർ റിലയബിൾ റിക്രൂട്ട്മെന്റ് മെത്തേഡ് ആണ്, ബിക്കോസ് കാൻഡിഡേറ്റ്സ് ആർ ഓൾറെഡി നോൺ ടു ദി ഓർഗനൈസേഷൻ. എന്താണ് അവിടെ പറഞ്ഞിട്ടുള്ളത്? റിലയബിൾ മെത്തേഡ് ആണെന്ന് പറയാൻ കാരണം വലിയ എക്സ്പെൻസ് ഒന്നും, അതായത് കൂടുതൽ എക്സ്പെൻസ് ഒന്നും വേണ്ട. മാത്രമല്ല കുറച്ചും കൂടിയും നമുക്ക് അതിൽ അവരെ റിക്രൂട്ട് ചെയ്ത് അപ്പോയിന്റ് ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. കാരണം അവർ ഓൾറെഡി നമ്മളുടെ ഓർഗനൈസേഷനിൽ ഉള്ള വ്യക്തികളാണ്. അവരുടെ പൊട്ടൻഷ്യൽ എന്താണ്, പെർഫോമൻസ് എന്താണ്, കപ്പാസിറ്റി എന്താണ്, എബിലിറ്റി എന്താണ്, സ്കിൽ എന്താണ്, ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ അവരെ ഉള്ള ഒരു വേക്കൻസിയിലേക്ക് അപ്പോയിന്റ് ചെയ്യുമ്പോൾ വിത്തിൻ ദി ഓർഗനൈസേഷൻ അങ്ങോട്ട് മാറ്റി ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടിയും റിലയബിൾ ആയിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. പ്ലസ് പ്രത്യേകിച്ച് എക്സ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഒരു ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു എക്സ്പെൻസിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ഓക്കെ, ദെൻ എന്താണ് എ ടൂൾ ഓഫ് ട്രെയിനിങ്. എന്താ പറഞ്ഞിട്ടുള്ളത്? ഇറ്റ് ഈസ് എ ടൂൾ ഓഫ് ട്രെയിനിങ് ദി എംപ്ലോയീസ് ടു പ്രിപ്പയർ ദം ഫോർ ഹയർ പൊസിഷൻസ്. ശരിയാണ്, സെയിം ഏരിയയിൽ തന്നെ ആവണമെന്നില്ല. മേ ബി വേറൊരു ഏരിയയിലേക്ക് ആയിരിക്കും ഈ പറയുന്ന വേക്കൻസി വന്നിട്ട് ഉള്ള ഓർഗനൈസേഷനിലുള്ള എംപ്ലോയിനെ മാറ്റുന്നുണ്ടാവുക. അവരെ സംബന്ധിച്ചിട്ട് ഒരു പുതിയ വർക്ക് അറ്റ്മോസ്ഫിയർ പഠിക്കുകയാണ്, അല്ലെങ്കിൽ പുതിയൊരു ഏരിയ അവർ പഠിക്കുകയാണ്. അപ്പൊ അതൊരു ട്രെയിനിങ് പാർട്ടാണ്. അവർക്ക് ഇനി ഒരു ഹയർ പൊസിഷനിലേക്ക് മാറണം എന്നുണ്ടെങ്കിൽ അവര് വേറൊരു വർക്ക് പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, അപ്പൊ പല പല വർക്കില് അവർ ട്രെയിൻഡ് ആവുന്നതിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇന്റേണൽ സോഴ്സ് റിക്രൂട്ട്മെന്റ്. ഓക്കെ, ദെൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? സർപ്ലസ് ആൻഡ് ഷോർട്ടേജ് റെക്ടിഫൈഡ്. എന്താണ് ഉദ്ദേശിക്കുന്നത് സർപ്ലസ് ആൻഡ് ഷോർട്ടേജ്? അതായത് ചിലപ്പോ എന്റെ ഓർഗനൈസേഷനിൽ 2, 3, 4 ബ്രാഞ്ചസ് ഉണ്ടായിരിക്കും. അപ്പോ ഫസ്റ്റ് ബ്രാഞ്ച് ഇപ്പൊ ഇവിടെ തൃശ്ശൂരുണ്ട്, സെക്കൻഡ് ബ്രാഞ്ച് കൊടുങ്ങല്ലൂരുണ്ട്, അപ്പോ തേർഡ് ബ്രാഞ്ച് പാലക്കാട് ഉണ്ട്. ഓക്കെ, സോ നിങ്ങളെ സംബന്ധിച്ചിട്ട് തൃശ്ശൂരുള്ള ബ്രാഞ്ചില് സർപ്ലസ് ആയിരിക്കും എംപ്ലോയീസ്. ചിലപ്പോ ഒരു 10 എംപ്ലോയീസ് ഉണ്ട്, 10 എംപ്ലോയീസിന്റെ ആവശ്യം ഉണ്ടാവില്ല. കൊടുങ്ങല്ലൂരിൽ ഒരു 5 എംപ്ലോയീസ് ഉണ്ടാവുള്ളൂ. അവിടെ ഒരു 2 എംപ്ലോയിയുടെയും കൂടി ആവശ്യകത വരികയാണെന്നുണ്ടെങ്കിൽ തൃശ്ശൂരുള്ള ഈ സർപ്ലസ് ആയിട്ടുള്ള എംപ്ലോയീസിൽ ഒരു 2 പേരെ അവിടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഓക്കെ, റേഞ്ച് കട്ടാവുന്നുണ്ടോ? ഐശ്വര്യ, മേ ബി അവിടെ മാത്രമാണോ അതോ എല്ലാവർക്കും റേഞ്ച് കട്ടാവുന്നുണ്ടോ? സോറി, ഇല്ല അല്ലെ? ഓക്കെ ഓക്കെ, താങ്ക് യു. സോ ജസ്റ്റ് ഒന്ന് റേഞ്ചുള്ള സ്ഥലത്ത് ഇരിക്കാൻ നോക്കുക. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? നമുക്ക് ഓൾറെഡി സർപ്ലസ് എംപ്ലോയീസ് ഉണ്ട് അല്ലെ? ചില സ്ഥലത്ത് റേഞ്ചിന് ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ വെരി സോറി. ഇവിടെ ഞാൻ റേഞ്ചിലുള്ളടത്താണ് ഇരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ജസ്റ്റ് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം കേട്ടോ, ടെൻഷൻ ഒന്നും ആവണ്ട. സോ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു സർപ്ലസ് എംപ്ലോയീസ് ഉള്ള ബ്രാഞ്ചിൽ നിന്നും ഷോർട്ടേജ് ഉള്ള സ്ഥലത്തേക്ക്, കൂടുതൽ എംപ്ലോയീസ് ഉള്ള ബ്രാഞ്ചിൽ നിന്നും കുറവ് എംപ്ലോയീസ് ഉള്ള സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളതിന് സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്ത്? ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. ദെൻ എന്താണ്? എക്കണോമിക്കൽ ആണ്.
അതായത് ചീപ്പറാണ്. പ്രത്യേകിച്ച് പുറത്തുനിന്ന് ഒരു കാൻഡിഡേറ്റിനെ എടുക്കുന്നതിന്റെ ഒരു എക്സ്പെൻസ്, അവിടെ ഇന്റർവ്യൂ, ദെൻ ആളെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതിന്റെ ഒരു എക്സ്പെൻസ് ഒന്നും അവിടെ മീറ്റ് ചെയ്യേണ്ടതില്ല. അപ്പോ ഇതൊക്കെയാണ്, ഇത്ര പോയിന്റ്സ് ആണ് എന്ത് ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ മെറിറ്റ്സ്. ഓക്കെ, ദെൻ ലിമിറ്റേഷൻസ് നിങ്ങൾ വായിച്ചാൽ മതി. അതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് ക്ലാസ്സിൽ എടുത്തതൊന്നും ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം, ഞാൻ ആ ടോപ്പിക് കവർ ചെയ്യാം. കാരണം ജസ്റ്റ് മെറിറ്റ്സ് അറിഞ്ഞിരുന്നാൽ അതിനെ ജസ്റ്റ് തിരുത്തി എഴുതാൻ നിങ്ങൾക്ക് പറ്റുണ്ടോ എന്ന് നോക്കാം. അതർവൈസ് ഞാനത് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ദെൻ നമുക്ക് എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ്. എക്സ്റ്റേണൽ സോഴ്സസ് ഏതൊക്കെയാണെന്ന് നമ്മൾ സംസാരിച്ചു, ഡിസ്കസ് ചെയ്തു. അതിന്റെ മെറിറ്റ്സ് എന്താന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ്? ക്വാളിഫൈഡ് പേഴ്സണലിനെ കിട്ടും. ശരിയാണല്ലേ? അതായത് ഇപ്പൊ നിലവിലുള്ള എംപ്ലോയീസ് മേ ബി നമ്മളുടെ ഇപ്പൊ വേക്കൻസി വന്നിട്ടുള്ളത് ഒരു ഹൈ പൊസിഷൻ ആണെന്ന് വിചാരിക്കാം. അതായത് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തിയാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിലവിലുള്ള എംപ്ലോയീസിന് ചിലപ്പോൾ ആ ഒരു ക്വാളിഫിക്കേഷൻ ലെവൽ ഉണ്ടായിരിക്കില്ല. അവര് ഗ്രാജുവേറ്റ്സോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സോ അല്ലെങ്കിൽ ഡിഗ്രി ഇല്ലാത്തവര് ഒക്കെ ആയിരിക്കാം മേ ബി. ഓക്കെ, അപ്പോ നമുക്ക് ആ ഒരു വന്ന വേക്കൻസി എന്ന് പറയുന്നത് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അതിന് തീർച്ചയായിട്ടും എക്സ്റ്റേണൽ സോഴ്സസിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണം. സോ എക്സ്റ്റേണൽ സോഴ്സസിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്വാളിഫൈഡ് പേഴ്സണൽ അല്ലെങ്കിൽ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ കൂടെ, അല്ലെങ്കിൽ ട്രെയിൻ ചെയ്താൽ ബെസ്റ്റ് ആക്കിയിട്ടൊരു അദ്ദേഹത്തിന്റെ പെർഫോമൻസിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള വ്യക്തിയെ നമുക്ക് റിക്രൂട്ട് ചെയ്ത് കിട്ടാനായിട്ട് അത് സഹായിക്കും. ദെൻ എന്താണ് വൈഡർ ചോയ്സ്. വൈഡർ ചോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതായത് നമ്മള് ഓൾറെഡി വേക്കൻസി വന്നു കഴിഞ്ഞാല് ഭയങ്കര വൈഡ് ആയിട്ട് അത് എല്ലാ സ്ഥലങ്ങളിലും ഏതൊക്കെ ഏരിയാസിലേക്ക് അഡ്വർടൈസിങ് എത്തിക്കാൻ പറ്റുമോ അത്രയും വൈഡർ ഏരിയയിലേക്ക് അഡ്വർടൈസ് ചെയ്യും. സോ ലാർജ് നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ്, അതായത് CV അല്ലെങ്കിൽ നമുക്ക് അത്രയും കരിക്കുലം വിറ്റ് നമുക്ക് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും. ഒരുപാട് പേര് അതിനുവേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോ അവരിൽ നിന്നും, അതായത് ഒരുപാട് ചോയ്സസ് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. ഓക്കെ, അപ്പൊ അത്രയും ചോയ്സസ് ഉള്ളതിൽ നിന്നും നമുക്കൊരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും. അതല്ല നമ്മൾ ഒരുപാട് അഡ്വർടൈസിങ് ഒന്നും ചെയ്തില്ല, ജസ്റ്റ് അറിയുന്ന ഒരാളുടെ റെഫറൻസ് മാത്രം എടുത്തുള്ളൂ എന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു വ്യക്തിയെ ആയിരിക്കാം നമുക്ക് എന്തിനെ ഇന്റർവ്യൂവിന് കിട്ടുക. അപ്പോ ആ വ്യക്തിനെ എന്താ പറയാ, ലാക്ക് ഓഫ് വാട്ട്, നമുക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള വ്യക്തികൾ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാൻഡിഡേറ്റ്സ് കുറവാണ്. സോ ഇന്റർവ്യൂവിന് വന്ന വ്യക്തിയെ അപ്പോയിന്റ് ചെയ്യേണ്ട സാഹചര്യം വരികയാണ്. അപ്പോ അദ്ദേഹം ചിലപ്പോ മേ ബി ക്വാളിഫൈഡ് ആയിരിക്കാം, ബട്ട് വലിയ സ്കില്ലൊന്നും ഇല്ല, വലിയ ട്രെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെയും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. ഓർഗനൈസേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു മാനേജറിനെ സംബന്ധിച്ച് അദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്യിച്ച് വർക്ക് പഠിപ്പിച്ച് വർക്കിന് കൂടെ നിന്ന് ഇൻസ്ട്രക്ട് ചെയ്ത് ഡയറക്ട് ചെയ്ത് അങ്ങനെ കുറെ ഒരു ടൈമോ അല്ലെങ്കിൽ എക്കണോമിക്കൽ ആയിരിക്കില്ല. ഓക്കെ, അപ്പോ എക്സ്റ്റേണൽ സോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുമ്പോഴുള്ള ഒരു മെറിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ചോയ്സസ് വരും, ഒരുപാട് അപ്ലിക്കൻസ് വരും, അതിൽ നിന്ന് നമുക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ എന്താണ് ഫ്രഷ് ടാലന്റ്. അതായത് എക്സ്റ്റേണൽ സോഴ്സസ് പ്രൊവൈഡ് വൈഡർ ചോയ്സ് ആൻഡ് ബ്രിങ് ഇൻ ഫ്രഷ് ടാലന്റഡ് പേഴ്സൺസ് വിത്ത് ഫ്രഷ് വ്യൂ പോയിന്റ്സ്. അതായത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിണ്ടാവും ഈ ഒരു ഫ്രഷ് ടാലന്റ് എന്ന് പറഞ്ഞപ്പോഴേ. അതായത് ഒരുപാട് അപ്ലിക്കൻസ് വരുമ്പോ കൂടുതൽ അപ്ലിക്കൻസും ഇപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള നോളജ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ, അതർവൈസ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ല് ഉള്ള കുട്ടികളായിരിക്കും. അപ്പോ നമുക്ക് കിട്ടുന്ന ആ ഒരു അപ്ലിക്കന്റ് എന്ന് പറയുന്നത് ഒരു ഫ്രഷ് ടാലന്റഡ് അല്ലെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സ്കില്ലുള്ള വ്യൂ പോയിന്റ്സ് ഉള്ള അപ്ലിക്കന്റ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ് കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. അതായത് എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഒരു വ്യക്തി, അതായത് ഇപ്പൊ നമ്മുടെ ഓർഗനൈസേഷൻ, ഇപ്പൊ എന്റെ ഓർഗനൈസേഷനിൽ നിങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നവരാണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഗനൈസേഷനിൽ ഈ പറയുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഒരു വേക്കൻസി വന്നു, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് ഒരാളെ റിക്രൂട്ട് ചെയ്തു. പുതിയ ഒരാൾ വരുമ്പോ നിങ്ങൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസാ അല്ലെ, നിങ്ങൾ എന്താ ചിന്തിക്കുക? അങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുമ്പോ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് മെയിൻ ആളാവണ്ട, അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ടുള്ള ഒരു ഷൈനിങ് വേണ്ട എന്നുള്ള രീതിയിൽ അവിടെ ഒരു കോമ്പറ്റീഷൻ നമ്മളുടെ ഉള്ളിൽ ഉണരും അല്ലെ, ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് വരും. പുതിയ ആള് വന്നു, ഞാൻ അതിലേറെ പെർഫോം ചെയ്യുന്ന ആളാണ്, എനിക്ക് കുറച്ചും കൂടി ഒന്ന്
ഷാർപ്പൺ ചെയ്ത് ഒരു ടാലന്റ് കാണിക്കേണ്ട ടൈമാണ് എന്നുള്ളൊരു കോമ്പറ്റീറ്റീവ് മൈൻഡ് നമുക്ക് വരും. അപ്പോ അത് സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ ഒരു മെറിറ്റ് ആണ് മാനേജ്മെന്റിൽ അങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടോപ്പിക്സ് വരുന്നത്. ദെൻ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ വായിക്കുക. എക്സ്പെൻസീവ് ആണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ് എക്സ്റ്റേണൽ സോഴ്സ് അല്ലെ. കാരണം നമ്മുടെ മാനേജ്മെന്റ് പല കൺസൾട്ടൻസീസ് ആയിട്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് നൽകുന്ന ഏജൻസീസ് ആയിട്ടോ അല്ലെങ്കിൽ പല ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഒക്കെ നടത്തുമ്പോൾ പല പല എക്സ്പെൻസുകൾ നമുക്ക് വരുന്നുണ്ട്. അപ്പോ അതെന്ന് പറയുന്നത് കോസ്റ്റ്ലി ആണ്. പക്ഷെ ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് അത്ര എക്സ്പെൻസീവ് അല്ല. അപ്പൊ ഇങ്ങനെ പല ഡിഫറൻസും നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാവാവുന്ന ഭാഷയാണ്. ഞാൻ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് അപ്പൊ പോവാണ്. എന്താണ് സെലക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു റിക്രൂട്ട്മെന്റിന്റെ ഒരു പോസിറ്റീവ് പ്രോസസ്സ് കഴിഞ്ഞ് എവിടെയാണോ റിക്രൂട്ട്മെന്റ് എൻഡ് ചെയ്യുന്നത് അവിടെയാണ് സെലക്ഷൻ ബിഗിൻ ചെയ്യുക അല്ലെ. അങ്ങനെയല്ലേ, സെലക്ഷൻ ബിഗിൻസ് വെയർ റിക്രൂട്ട്മെന്റ് എൻഡ്സ്. അപ്പൊ എന്താണ് ഈ അപ്ലിക്കൻസിന്റെ അപ്ലിക്കേഷൻസ് ഒക്കെ കിട്ടി, ഇന്റർവ്യൂ ഒക്കെ നടന്നു കഴിഞ്ഞു. ഇനി വാങ്ങി വെച്ചിട്ടുള്ള സിവിയിൽ നിന്നും ബെസ്റ്റ് ഏതാണ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഏതാണ്, നമ്മുടെ വേക്കൻസിയിലേക്ക് ആപ്റ്റ് ആയിട്ടുള്ള സ്കില്ലുള്ള ഒരാൾ ആരാണ്, ഏറ്റവും കുറവ് ട്രെയിനിങ് കൊടുക്കേണ്ട ഒരു അപ്ലിക്കന്റ് ആരാണെന്നായിരിക്കും മാനേജ്മെന്റ് ചിന്തിക്കുക. കാരണം ഒരു വ്യക്തി എക്സ്പീരിയൻസ്ഡ് അല്ല, ട്രെയിൻഡ് അല്ല എന്നുണ്ടെങ്കിൽ ഒരു 1 or 2 months or 3 months വലിയ വലിയ വർക്ക് ചെയ്യേണ്ട ഒരു ഓർഗനൈസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 3 to 6 months പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും, അവർക്ക് ട്രെയിനിങ് പീരീഡ് ആയിരിക്കും. ഇത്രയും മാസം അവർക്ക് സ്റ്റൈഫൻഡോ സാലറിയോ കൊടുക്കേണ്ടി വരും. അതൊരു എക്സ്പെൻസ് ആണ്. ട്രെയിൻ ചെയ്ത് എടുപ്പിച്ചിട്ട് ഈ 6 മാസം കൊണ്ട് ട്രെയിൻ ചെയ്യിപ്പിച്ചു, സാലറി കൊടുത്തിട്ട് നിർത്തിയിട്ട് അവര് പണി പഠിച്ചു കഴിഞ്ഞ് നിർത്തിപ്പോയുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. അപ്പൊ അങ്ങനെ പല റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് സെലക്ട് ചെയ്യുമ്പോൾ ഓൾറെഡി ട്രെയിൻഡ് ആണ് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ വർക്കിലേക്ക് നമുക്ക് കടത്തേണ്ട ആവശ്യമുള്ളൂ. പിന്നെ നമ്മുടെ ഓർഗനൈസേഷൻ, പല ഓർഗനൈസേഷനിലും സെയിം വർക്ക് തന്നെ പല രീതിയിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പൊ നമ്മുടെ ഓർഗനൈസേഷനിലെ രീതി എന്താന്ന് മാത്രം അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ആവശ്യം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കൊടുക്കേണ്ട എക്സ്പെൻസ് നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരില്ല. അപ്പോ എന്തുകൊണ്ടും സെലക്ഷൻ പ്രോസസ്സിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങളൊരു എംപ്ലോയി മൈൻഡ് സെറ്റിലല്ല ഈ ടോപ്പിക് പഠിക്കേണ്ടത്. നിങ്ങളുടെ ആണ് ഓർഗനൈസേഷൻ എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കണം ടോപ്പിക് പഠിക്കേണ്ടത്. അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്ത് പഠിക്കാനും മനസ്സിലാക്കാനും എഴുതാനും പറ്റുള്ളൂ. ഓക്കെ, അപ്പോ സെലക്ഷൻ പ്രോസസ്സിൽ നമ്മൾ എപ്പോഴും എന്താ ചിന്തിക്കുക, ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണോ, ആണെങ്കിൽ സെലക്ട് ചെയ്യുക, അതല്ല എങ്കിൽ റിജക്ട് ചെയ്യുക. ഓക്കെ, സോ അതാണ് സെലക്ഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഐഡന്റിഫൈയിങ് ആൻഡ് ചൂസിങ് ദി suitable candidates from among prospective candidates for a job. അതായത് പ്രോസ്പെക്ട് ചെയ്ത് കിട്ടിയിട്ടുള്ള ഒരുപാട് കാൻഡിഡേറ്റ്സ് ഉണ്ടായിരിക്കും, ഒരുപാട് പേരുടെ CV റിസീവ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റിനെ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് എന്ത്, സെലക്ഷൻ പ്രോസസ്. ഓക്കെ, ഇതില് നമുക്ക് വരുന്നത് സെലക്ഷൻ പ്രോസസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. 15 minutes ഉള്ളൂ അല്ലെ നമുക്ക് ക്ലാസ്. ഓക്കെ, നമുക്ക് സെലക്ഷൻ പ്രോസസ് ഓഫ് സെലക്ഷൻ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്, അതായത് 8 സ്റ്റെപ്പ് തന്നെയാണ് ഈ പ്രോസസ്സിൽ വരണേ. ഒരിക്കലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാഫിംഗ് പ്രോസസ്സ് പോലെ തന്നെയാണ് ഇതൊരു പ്രോസസ്സാണ്. ഒരിക്കലും പ്രോസസ്സ് കാണാതെ പഠിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ച് എഴുതാൻ പറ്റില്ല. സെയിം പോയിന്റ്സ് തന്നെ ആയിരിക്കണം ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ കൃത്യമായിട്ട് റിലേറ്റ് ചെയ്യുക. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ, പ്രിലിമിനറി സ്ക്രീനിങ്. നിങ്ങൾക്കറിയാം, ഇപ്പോ സിനിമയിലൊക്കെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്താ അവിടുത്തെ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റെപ്പ്, ഒരു സ്ക്രീനിങ് ഉണ്ടായിരിക്കും. നാടകമായാലും എന്തായാലും ഒരു സ്ക്രീനിങ് പ്രോസസ് ഉണ്ടായിരിക്കും. അതാണ് പ്രിലിമിനറി സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എക്സ്റ്റേണൽ സോഴ്സ് എന്നൊക്കെ പറയുന്നത് ഒരു വൈഡർ ചോയ്സ് ആണ് അല്ലെ. ഒരുപാട് അപ്ലിക്കൻസ് വരും. അതില് അൺക്വാളിഫൈഡ് ആയിട്ടുള്ള, അൺഫിറ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് വേണ്ട ആളുകളെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, സ്ക്രീനിങ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളവരെ
സ്ക്രീൻ ചെയ്യും. ഓക്കെ, ദെൻ സെലക്ഷൻ ടെസ്റ്റ്. എന്താണ് സെക്കൻഡ് പ്രോസസ്? എന്താ സെലക്ഷൻ ടെസ്റ്റ്? കാൻഡിഡേറ്റ്സ് ഉണ്ടല്ലോ, അവരെ ടെസ്റ്റ് ചെയ്യാണ്. അതായത് അവരുടെ ഐഡിയാസ്, സ്കിൽസ്, കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒരു എംപ്ലോയി നമ്മുടെ ഓർഗനൈസേഷനിലെ വേക്കൻസിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യുക, ദെൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുക. എന്തൊക്കെ ടെസ്റ്റുകളാണ് പറഞ്ഞിട്ടുള്ളത്? വേരിയസ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് ആർ യൂസ്ഡ് ഇൻ ദി സെലക്ഷൻ പ്രോസസ്. അതെന്താണ്? നിങ്ങൾക്ക് ടെസ്റ്റ് എന്നൊക്കെ കേട്ടിട്ട് നല്ല പരിചയം ഉണ്ടാവും അല്ലേ? നിങ്ങളുടെ സ്കൂളിലും നടക്കുന്നുണ്ട് യൂണിറ്റ് ടെസ്റ്റ്, മിഡ് ടേം ടെസ്റ്റ്, അങ്ങനെ പല പല ടെസ്റ്റുകൾ അല്ലെ? ഇതുപോലെ തന്നെയാണ് അത്. നിങ്ങൾ പഠിച്ചിട്ടുള്ള സബ്ജക്റ്റിന്റെ ഒരു എത്രത്തോളം നോളജ് ഉണ്ട്, എത്രത്തോളം ആയി എന്നുള്ളതിന്റെ ഒരു അനലൈസിങ് ആണ്. സെയിം തന്നെയാണ് സെലക്ഷൻ ടെസ്റ്റിൽ ഇവിടെ വരുന്നത്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്താ? ടു മെഷർ ദ ലെവൽ ഓഫ് ഇന്റലിജൻസ്. അതിനനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ആ ഇന്റർവ്യൂല് ഉണ്ടായിരിക്കുക. ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്താ? പുതിയ സ്കില്ല്. ഇപ്പോ ഒരു എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ ആളെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഒരു പുതിയ സ്കില്ല് പഠിച്ചെടുക്കാനുള്ള അഭിരുചിയുള്ള ആളാണോ അദ്ദേഹം? അതല്ല പുതിയ പുതിയ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അയ്യോ ഇത് എനിക്ക് ചെയ്യാൻ മടിയാണ്, ഇതെനിക്ക് പറ്റില്ല കേട്ടാ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണോ എന്നുള്ളതും കൂടി ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മെഷർ ചെയ്യും അവര്. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിന്റെ പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ് ന്യൂ സ്കിൽ അവിടെ മെഷർ ചെയ്യും. ദെൻ എന്താണ് പേഴ്സണാലിറ്റി ടെസ്റ്റ്? അതായത് ടു ഗിവ് ക്ലൂസ് ടു എ പേഴ്സൺസ് ഇമോഷൻസ്, റിയാക്ഷൻസ്, മെച്യൂരിറ്റി, വാല്യൂ സിസ്റ്റം. തീർച്ചയായിട്ടും നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാ. നമ്മളൊരു ജോലിയിലേക്ക് കടക്കുമ്പോ അവിടെ ഒരു എംപ്ലോയി ഒരിക്കലും ഒരു മെഷീനോ അല്ലെങ്കിൽ ഒരു റോബോട്ടോ അല്ല. പല ഇമോഷൻസും അല്ലെങ്കിൽ മെച്യൂരിറ്റി കുറവ്, ഇപ്പോ ഏജിനനുസരിച്ചുള്ള മെച്യൂരിറ്റി ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ അവരെ സംബന്ധിച്ച് പല നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ മിടുക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു പണ്ട്. അത് ജസ്റ്റ് ഒക്കെ ഒന്ന് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് അതിൽ സ്ട്രെസ് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതായത് സ്ട്രെസ്സാണ് ടെസ്റ്റ് ചെയ്യുക. അതായത് പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ് ലെവലിലേക്ക് അവർ കുറെ ചോദ്യങ്ങൾ, നമ്മൾ ഇമോഷണലി ഡൗൺ ആക്കാൻ നോക്കിയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതൊക്കെ നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ഇത് ഞാൻ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കാരണം, നിങ്ങൾ ഈ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ജോബ് ഇന്റർവ്യൂ ഒക്കെ ഫേസ് ചെയ്യേണ്ടവരാണ് അല്ലെ? അപ്പോ നിങ്ങളും ഇതിലൂടെ കടന്നു പോകേണ്ടവരാണ്. അപ്പൊ ഈ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങളിലെ ഇമോഷൻസും റിയാക്ഷൻസും, നിങ്ങളുടെ മെച്യൂരിറ്റി ലെവലും വാല്യൂ സിസ്റ്റം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഇന്നതാണ്, ഏതെങ്കിലും ഒരു ടോപ്പിക്കില് നിങ്ങളുടേതായിട്ടുള്ള ഒരു തീരുമാനമോ നിലപാടോ ഉണ്ടായിരിക്കും. അതിനപ്പുറത്തേക്ക് ഫ്ലെക്സിബിൾ ആയി നിൽക്കുക എന്നുള്ളതാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് വരുമ്പോൾ. തീർച്ചയായിട്ടും ഒരു ഓർഗനൈസേഷന്റെ തീരുമാനങ്ങളിൽ കൂടെ നിൽക്കുക, അതായിരിക്കണം നിങ്ങളുടെ ഇഷ്ടങ്ങൾ, അല്ലെങ്കിൽ അതിനു വേണ്ടിയായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. എന്നാൽ തന്നെ നിങ്ങൾക്ക് അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഓർഗനൈസേഷന്റെ വാല്യൂസിനും എത്തിക്സിനും എതിരായിട്ട് നിൽക്കാനാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ ജോബിൽ നിങ്ങൾ ഫിറ്റ് അല്ല, നിങ്ങളെ അവിടെ നിന്ന് പുറത്താക്കും. ഓക്കെ, അപ്പോ അതിന് നിങ്ങൾ ആപ്റ്റ് ആണോ എന്നുള്ളതിന് ഒരു സ്ട്രെസ് ലെവൽ ആയിട്ടുള്ള പല ചോദ്യങ്ങളും പല കാര്യങ്ങളും ആക്ടിവിറ്റീസും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ചില ഇന്റർവ്യൂസിന്, വലിയ വലിയ ജോബ് ഇന്റർവ്യൂസിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്യും. ഓക്കെ, അതാണ് പേഴ്സണാലിറ്റി ടെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ട്രേഡ് ടെസ്റ്റ് എന്താണ്? ടു മെഷർ ദ ലെവൽ ഓഫ് നോളജ് ആൻഡ് പ്രൊഫഷ്യൻസി ഇൻ ദി ഏരിയ ഓഫ് പ്രൊഫഷൻ. അതായത് ഇപ്പോ എന്റെ ഓർഗനൈസേഷനിലേക്ക് ഞാൻ പോയിന്റ് ചെയ്യുമ്പോൾ എന്റെ ട്രേഡിന് ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് അതിലുള്ള നോളജ് എന്താണെന്നുള്ളത് ടെസ്റ്റ് ചെയ്യാം. അതാണ് ഈ ട്രേഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അതിനനുസരിച്ചിട്ടുള്ള, ഇപ്പൊ അക്കൗണ്ടിങ് ആണെങ്കിൽ അത് ഏതാണോ ഡിപ്പാർട്ട്മെന്റ് അതിനനുസരിച്ചിട്ടുള്ള നോളജ് അദ്ദേഹത്തിന് ഉണ്ടോ, ആ പ്രൊഫഷൻ ആപ്റ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ടോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യണതാണ് എന്ത്? ട്രേഡ് ടെസ്റ്റ്. ദെൻ എന്താ? ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അതെന്താ? ഒരു ജോലിയോടുള്ള ഇൻവോൾവ്മെന്റ് എത്രത്തോളം അദ്ദേഹത്തിനുണ്ട്, അദ്ദേഹത്തിനുള്ള ആ ഒരു ജോലിയിലേക്കുള്ള ഇൻവോൾവ്മെന്റ് പാറ്റേൺ എന്താണെന്നുള്ള ഒരു ടെസ്റ്റ് ആണ് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. അല്ലാണ്ട് ഒരു ജോലി ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഒരാളെ അപ്പോയിന്റ് ചെയ്തു എന്ന് വിചാരിക്കാം, എങ്ങനെ ആ ഒരു എംപ്ലോയി അവിടെ എക്സിസ്റ്റ് ചെയ്യും? അത് തീർച്ചയായിട്ടും നമ്മുടെ ഓർഗനൈസേഷനെ വളരെ നെഗറ്റീവായിട്ടായിരിക്കും ബാധിക്കുക. ഓക്കെ, നമ്മളുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളായിരിക്കും ആ ഒരു എംപ്ലോയി അവിടെ പെർഫോം ചെയ്യുള്ളൂ. അപ്പോ ഭയങ്കര അലസത കാണിക്കും,
അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ജോലിയോടുള്ള ഇൻവോൾവ്മെന്റ് ഉള്ള ഇൻട്രസ്റ്റ് ഉള്ള വ്യക്തിയാണോ എന്നും കൂടി ടെസ്റ്റ് ചെയ്യും. അതാണ് എന്ത് ഇൻട്രസ്റ്റ് ടെസ്റ്റ്. സോ സെലക്ഷൻ ടെസ്റ്റിലുള്ള കുറച്ച് പോയിന്റ്സ് ആണ് ഇപ്പൊ പറഞ്ഞത്. ദെൻ തേർഡ് പ്രോസസ് എന്താണ്? എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. അതൊരു ഫോർമൽ കോൺവേഴ്സേഷൻ ആയിരിക്കും. അതായത് കാൻഡിഡേറ്റ് ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും കാൻഡിഡേറ്റിന്റെ അടുത്ത് ചോദിക്കാം. ആ ഒരു കാൻഡിഡേറ്റ് ആ ഒരു ജോലിക്കോ ആ ഒരു വേക്കന്റ് ആയിട്ടുള്ള പൊസിഷനിലേക്കോ ഫിറ്റ് ആയിട്ടുള്ള ഒരാളാണോ, അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യലാണ് എന്ത് എംപ്ലോയ്മെന്റ് ഇന്റർവ്യൂ. ഓക്കെ. ദെൻ എന്താണ് റെഫറൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ചെക്സ്. തീർച്ചയായിട്ടും നിങ്ങൾ ഇനി ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ CV-യിൽ റെഫറൻസ് ആഡ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങളുടെ പാസ്റ്റ് ബാക്ക്ഗ്രൗണ്ട്, നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുള്ള സ്ഥാപനം, അതർവൈസ് നിങ്ങളുടെ കോളേജിലെ ഏതെങ്കിലും സാറുമാരുടെ നമ്പറോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു റെഫറൻസിന് വേണ്ടിയാ. അത് നമുക്ക് ഈ വരുന്ന എംപ്ലോയി എന്തെങ്കിലും കുഴപ്പക്കാരനാണോ എന്ന് അറിയാനുള്ള ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ടെസ്റ്റും അവിടെ നടത്തും. അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നിങ്ങളൊരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവിടെ നിന്ന് മാറുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ പുതിയ ഓർഗനൈസേഷനിലെ ഇന്റർവ്യൂ സെഷനിൽ നിങ്ങളുടെ CV-യിൽ പ്രീവിയസ് എംപ്ലോയറുടെ, അതായത് നിങ്ങളുടെ മുമ്പ് വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിങ്ങളുടെ ഏതെങ്കിലും എംപ്ലോയറുടെ, മാനേജറുടെയോ ആരുടെയെങ്കിലും നമ്പർ വെക്കേണ്ടി വരും. അല്ലെങ്കിൽ അറിയുന്ന പേഴ്സൺ, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ഹെഡ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നിങ്ങൾ പഠിച്ച കോളേജിലെ ഏതെങ്കിലും HOD-യോ അവരുടെയൊക്കെ നമ്പർ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ നമ്പർ ആഡ് ചെയ്യുമ്പോൾ ജസ്റ്റ് അവരെ ഇൻഫോം ചെയ്യും കൂടി വേണം. കാരണം നിങ്ങളെ കുറിച്ച് വിളിച്ച് ചോദിക്കുമ്പോൾ കുറച്ച് നല്ലത് പറഞ്ഞാൽ മാത്രമാണ് വിളിച്ച് ചോദിക്കുകയും ചെയ്യും കേട്ടോ. പല ഓർഗനൈസേഷൻസും റെഫറൻസ് വെച്ചിട്ടുള്ളവരെ വിളിച്ച് ചോദിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അവർ ചെക്ക് ചെയ്തിട്ടായിരിക്കും അവരെടുക്കുക. കാരണം അവർ ചിന്തിക്കുന്നത് അവരുടെ ഓർഗനൈസേഷനിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് പെർഫെക്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്നല്ല, പക്ഷെ അവിടെ ഒരു പ്രശ്നക്കാരായിട്ടുള്ള ഒരു വ്യക്തി വരരുതെന്നാണ്, കടന്നു വരരുതെന്നാണ് ആരായാലും ചിന്തിക്കാം, അല്ലെ? അപ്പൊ അതൊക്കെ ചെക്ക് ചെയ്യും. ദെൻ നെക്സ്റ്റ് എന്താണ് പ്രോസസ്? സെലക്ഷൻ ഡിസിഷൻ. ഇതൊരു ഫൈനൽ സെലക്ഷൻ മെത്തേഡ് ആയിരിക്കും, അല്ലെ? അതായത് ദി ഫൈനൽ ഡിസിഷൻ ഈസ് മെയ്ഡ് ഫ്രം എമംഗ് ദി കാൻഡിഡേറ്റ്സ് ഹു ഹാവ് പാസ് ദ ടെസ്റ്റ്. ഈ ടെസ്റ്റ് ഇപ്പൊ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ഓരോ പ്രോസസ്സും പാസ് ചെയ്ത് ആ ഒരു ടെസ്റ്റും പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നടത്തിയ ഇന്റർവ്യൂസും റെഫറൻസ് ചെക്കും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു പുതിയ എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്, അല്ലെ? സെലക്ഷൻ പ്രോസസ്സാണത്. അപ്പോൾ കൺസേൺഡ് മാനേജർ ആരാണോ നിങ്ങളുടെ ടോപ്പ്, ജസ്റ്റ് ടോപ്പിൽ വരുന്ന വ്യക്തി, അദ്ദേഹം നിങ്ങളെ അപ്പോയിന്റ് ചെയ്യാണ്. ഓക്കെ. ദെൻ അതിനുശേഷം വരുന്നത് എന്താണ്? മെഡിക്കൽ എക്സാമിനേഷൻ. എന്തായാലും ഇത് പ്രത്യേകിച്ച് നിങ്ങളൊരു പോലീസ് എന്നുള്ള ഒരു ഫീൽഡ് ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഫിസിക്കൽ ടെസ്റ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് മെഡിക്കൽ എക്സാമിനേഷൻ മിക്ക ജോലികളിലും ഉണ്ടായിരിക്കും. ഓക്കെ. അതെന്തിനാണ്? ആ ഓർഗനൈസേഷനിൽ ജോബ് ചെയ്യാൻ നിങ്ങൾ ഫിറ്റ് ആണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒരുപാട് ഭയങ്കര മെഡിക്കൽ അല്ലെങ്കിൽ ഫിസിക്കലി ഭയങ്കര ഒരു ഓക്കെ അല്ല, അല്ലെങ്കിൽ കാഴ്ച, ചിലപ്പോൾ നിങ്ങളുടെ കാഴ്ച, കേൾവി, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും മേ ബി മെഡിക്കൽ എക്സാമിനേഷനിൽ. പല ഓർഗനൈസേഷൻസും ഡയറക്ട് സ്റ്റാഫിനെ എടുക്കുമ്പോൾ അവര് ടെസ്റ്റുകൾ, മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യേണ്ടത് എന്തിനാന്ന് വെച്ചാൽ അവിടെ ഒരുപാട് ലീവ് കാര്യങ്ങളൊക്കെ വരികയാണ് നിങ്ങളെ സംബന്ധിച്ച്, ഈ ഒരു അസുഖം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കത് നഷ്ടം വരുന്ന ഏരിയാസ് ആണ്, റൈറ്റ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെയും നിങ്ങളുടെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് അവർ ചെയ്യും. ദെൻ ജോബ് ഓഫർ ആണ്. അതായത് സെലക്ടഡ്, യു ആർ സെലക്ടഡ്, സോ നിങ്ങൾക്ക് നെക്സ്റ്റ് ഓഫർ ലെറ്റർ തരുന്നു. അതൊരു ഫോർമൽ അപ്പോയിന്റ്മെന്റ് ആണ്. നിങ്ങളെ ഫോർമലി അപ്പോയിന്റ് ചെയ്തു എന്നുള്ളൊരു പ്രൊസീജിയർ ആണ്. ദെൻ അപ്പോയിന്റ്മെന്റ് ലെറ്റർ തരുന്നു, ഇന്ന ഡേറ്റിനുള്ളിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഒരു കാര്യമുള്ളത്, നമ്മുടെ ഓർഗനൈസേഷൻ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോ നിങ്ങൾ ഒരു ഓർഗനൈസേഷനിൽ ഓൾറെഡി വർക്കിംഗ് ആണ്, അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ എന്റെ ഓർഗനൈസേഷനിൽ വന്നിട്ട് ഇങ്ങനെ ഒരു വേക്കൻസി ഉണ്ട്, സോ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ആണ്, സോ നിങ്ങൾ അതിനു വേണ്ടി ഇന്റർവ്യൂവിന് വന്നു. അപ്പോൾ ആ പ്രീവിയസ്ലി വർക്ക് ചെയ്ത ഓർഗനൈസേഷനിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ടീസ് പീരീഡ് ഉണ്ടായിരിക്കും. അതൊരു 15 to 20 ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനുശേഷം മാത്രമേ, അവിടുത്തെ വർക്ക് നിങ്ങളെ ഏൽപ്പിച്ചത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് പുതിയ ജോബിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോ ഈ ജോബിലേക്ക് വരുന്നതിന് ഇപ്പൊ ഞാൻ എന്റെ ഓർഗനൈസേഷനിലെ മാനേജർ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ചാൽ, ആ ഒരു കാൻഡിഡേറ്റിന് പഴയ ഓർഗനൈസേഷനിലെ നോട്ടീസ് പീരീഡ് തീർക്കാനുള്ള ഒരു സമയം അനുവദിക്കുക എന്നുള്ളതാണ്.
ഓക്കെ. അപ്പോ ആ ഒരു ജോയിനിങ് റിലാക്സേഷൻ ഡേയ്സ് അവർക്ക് അനുവദിച്ചു കൊടുക്കണം. അപ്പോയിന്റ് ചെയ്താൽ ഇന്ന ഡേറ്റിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേറ്റിലേക്ക് വരുന്നതിന് പകരം അവർക്കൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ അതിനും കൂടി ഫ്ലെക്സിബിൾ ആക്കി നിർത്തുക എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. ദെൻ എന്താണ് കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്? അതെന്താ? ആര് തമ്മിലുള്ള കരാറാണ്? ഡോക്യുമെന്റ്സ്, അതായത് ജോബ് ഓഫർ കിട്ടിയതിന് ശേഷം അപ്പോയിന്റ്മെന്റ് കാൻഡിഡേറ്റ് അക്സെപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, യെസ് യു ആർ അപ്പോയിന്റഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാനേജ്മെന്റ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാൻഡിഡേറ്റ് ഓക്കെ ആവണം. ഞാൻ ജോയിൻ ചെയ്യാൻ കൂടി റെഡിയാണ് എന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? എംപ്ലോയർ വാങ്ങും. ദെൻ എന്താണ് അറ്റസ്റ്റേഷൻ, അതുപോലെ തന്നെ ഈ ജോബ് ടൈറ്റിൽ, നിങ്ങൾക്ക് ഈ പറയുന്ന ഓഫർ ലെറ്റർ കാര്യങ്ങൾ, ഇതൊക്കെ ഒരു കോൺട്രാക്ട് ആണ്. അതായത് നിങ്ങൾ എന്താണ് അവിടെ ജോബ് ടൈറ്റിൽ, എന്താ നിങ്ങൾക്ക് ചെയ്യേണ്ട ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ്, ദെൻ ഡേറ്റ് ഓഫ് ജോയിനിങ്, ദെൻ എന്താണ് നിങ്ങളുടെ സാലറി, ദെൻ എന്താണ് നിങ്ങൾക്ക് ലീവ് എത്രയാണുള്ളത്, സിക്ക് ലീവ് എത്രയാണ് നിങ്ങൾക്ക് എലിജിബിൾ ആയിട്ടുണ്ടാവുക, അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ തരുന്നതാണ് എന്ത്? കോൺട്രാക്ട് ഓഫ് എംപ്ലോയ്മെന്റ്. അപ്പോൾ അതൊക്കെ റിസീവ് ചെയ്തതിന് ശേഷമാണ് എന്ത്? ഈ 8 പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആ ജോബിലേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുക. ഓക്കെ, ഇത്രയാണ് നമ്മളുടെ സെലക്ഷൻ പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങൾ. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന്, നിങ്ങൾ ജോലിക്ക് പോവാൻ പോവാ, അപ്പൊ അല്ലെങ്കിൽ നിങ്ങൾ അപ്പോയിന്റ് ചെയ്യാൻ പോവാണ് ഒരു വ്യക്തിയെ, അപ്പൊ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇതായിരിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതൊന്ന് വിഷ്വലൈസ് ചെയ്യാം. ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാൻഡിഡേറ്റിനെ കടത്തി വിടേണ്ടത് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് എക്സാമിന് കുറച്ചും കൂടിയും നല്ല വൃത്തിയായിട്ട് എഴുതാനായിട്ട് പറ്റും, ഓർത്തിരിക്കാനായിട്ട് പറ്റും. അതാണ് ആദ്യത്തെ കാര്യം. ഈ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രോസസ്സ് ആകുമ്പോൾ തീർച്ചയായിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതണം. ഓക്കെ, അപ്പൊ അങ്ങനെ ശ്രദ്ധിക്കുക. ദെൻ നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കവറപ്പ് ചെയ്ത് പോവാം, പെട്ടെന്ന് എടുക്കാം. ഒരു കുറച്ചു നേരം നിങ്ങളൊന്ന് ഇരുന്നാൽ മതി കേട്ടോ. ഓക്കെ അല്ലേ? അതോ നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്താൽ മതിയോ? ഓക്കെ ഓക്കെ. അപ്പോ എടുക്കാൻ പോകുന്ന ടോപ്പിക് വേറെ ഒന്നല്ല, ട്രെയിനിങ് ആൻഡ്, അതായത് ആ ഒരു ചാപ്റ്റർ തീർക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. സോ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. എന്താണ് ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ്. അതായത് എംപ്ലോയീസിനെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി പ്രാപ്തരാക്കുന്നതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്, അല്ലെ? ദെൻ വാട്ട് ഇസ് ഡെവലപ്മെന്റ്? അതായത് ഒരു എംപ്ലോയിയുടെ ഓവറോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ് ഡെവലപ്മെന്റ്. ഇത്രയേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ട്രെയിനിങ് ഈസ് ആൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി ഓഫ് ഇൻക്രീസിങ് ദി നോളേജ് ആൻഡ് സ്കിൽ ഓഫ് എംപ്ലോയി ഫോർ പെർഫോമിങ് എ പെർട്ടിക്കുലർ ജോബ്. അദ്ദേഹത്തിന്റെ ഒരു ജോബിന് വേണ്ടിയിട്ട് അദ്ദേഹത്തെ പ്രാപ്തനാക്കുക, അത്രേ ഉള്ളൂ. ദെൻ ഡെവലപ്മെന്റ് എന്താണ്? എനേബിൾസ് ദി ഓവറോൾ ഗ്രോത്ത് ഓഫ് ആൻ എംപ്ലോയി. ഓക്കെ, ആ ഒരു ഡെവലപ്മെന്റ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നുണ്ടാവുക? അദ്ദേഹത്തിനെ ട്രെയിൻ ചെയ്ത് പ്രാപ്തരാക്കി അദ്ദേഹത്തിന്റെ ഓവറോൾ ഗ്രോത്തിനെ ഒക്കെ സഹായിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഓർഗനൈസേഷനിൽ നിന്നും ഇൻ ഫ്യൂച്ചർ ഒരു ഹയർ പൊസിഷനിലേക്ക് പോവേണ്ട കാൻഡിഡേറ്റ് ആയിരിക്കും അദ്ദേഹം. അപ്പൊ കൃത്യമായിട്ട് ആളെ ട്രെയിൻ ചെയ്ത് ആളുടെ ഒരു ഓവറോൾ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തെടുക്കുക എന്നുള്ളതും കൂടി ആ ഒരു മാനേജറുടെ ഡ്യൂട്ടി ആയിരിക്കും. ഓക്കെ, അത്രയാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ് ബെനഫിറ്റ്സ് ടു ഓർഗനൈസേഷൻ, ബെനഫിറ്റ്സ് ടു എംപ്ലോയി. ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മീൻസ് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് എന്താണ് ട്രെയിനിങ് കൊണ്ട്, അല്ലെങ്കിൽ ഈ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് കൊണ്ട് ഒരു ഓർഗനൈസേഷന് ഒരു കാൻഡിഡേറ്റിനെ ട്രെയിൻ ചെയ്താൽ എന്താണ് ഗുണം ഉണ്ടാവുക എന്നുള്ളത് ജസ്റ്റ് വായിച്ചു നോക്കുക. ദെൻ നമുക്ക് കടക്കാം ട്രെയിനിങ് മെത്തേഡ്സ്. ഓക്കെ, എന്തൊക്കെയാണ്? ഓൺ ദി ജോബ് ട്രെയിനിങ് ഉണ്ട്, ഓഫ് ദി ജോബ് ട്രെയിനിങ് ഉണ്ട്. അതില് ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ വരുന്നത് എന്താ? ആദ്യം നമ്മള് അപ്രന്റൈസ്ഷിപ്പ് പ്രോഗ്രാംസ്, അതായത് അപ്രന്റൈസി ആയിട്ട് കയറ്റും, ട്രെയിൻ ചെയ്യിക്കും, അവരെ വർക്ക് എടുപ്പിക്കും. ഇന്ന രീതിയിൽ ഒക്കെയാണ് വർക്ക് വരിക ഒരു പ്രൊബേഷൻ പീരീഡ് എന്ന് വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മൾ ആദ്യം അപ്പോയിന്റ് ചെയ്യാം. ഓക്കെ, ദെൻ
ഈ ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് നിങ്ങളെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നതാണ് ഈ ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയാം. പക്ഷെ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറഞ്ഞാലോ, ജോലിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് തരുന്ന ട്രെയിനിങ് ആണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്. മനസ്സിലായോ? ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ ഓൺ ദി ജോബ് ട്രെയിനിങ്ങിൽ എന്താണ്, അപ്രന്റൈസ്ഷിപ്പ് പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും, നിങ്ങളെ വർക്ക് എടുപ്പിക്കുക, അത്രേ ഉള്ളൂ. ദെൻ കോച്ചിങ്, അതായത് നിങ്ങൾക്ക് ഈ ഫുട്ബോൾ, ക്രിക്കറ്റ് ഇതിലൊക്കെ നിങ്ങൾക്ക് ഒരു കോച്ച് ഉണ്ടാവും അല്ലെ? ഇതൊക്കെ പഠിക്കാൻ പോകുന്നവർക്ക് ഒരു കോച്ച് ഉണ്ടായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളുടെ ഒരു ജോലി സ്ഥലത്തേക്ക് വരുമ്പോൾ കോച്ച് എന്ന് പറയുന്നത് നമ്മുടെ മാനേജർ ആയിരിക്കും. അദ്ദേഹമായിരിക്കും നമ്മളെ ഇൻസ്ട്രക്ട് ചെയ്യുക, ഡയറക്ട് ചെയ്യുക, ഇന്ന രീതിയിലാണ് ജോലിയോടൊപ്പം നമുക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കും. ഓക്കെ, അതാണ് കോച്ചിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ്. ഈ ഇന്റേൺഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷനിലാണ്, അതായത് ഈ ASAP എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഈ ട്രെയിനിങ് പ്രോസസ്, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് പ്രോസസ് ഒക്കെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലായിരിക്കും ഉണ്ടായിരിക്കാം. അവരെ എന്താണ്, കൈൻഡ് ഓഫ് ജോയിന്റ് പ്രോഗ്രാം ട്രെയിനിങ് ഇൻ വിച്ച് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ബിസിനസ് എന്റർപ്രൈസസ് കോർപ്പറേറ്റ്. അതായത് അവരെ കൃത്യമായിട്ട് ആ ഒരു പ്രാക്ടിക്കൽ നോളജ് കൊടുക്കുക. അതായത് നമ്മളിപ്പോ തിയറട്ടിക്കലി പഠിക്കുന്ന കാര്യമായിരിക്കില്ല ഒരിക്കലും ജോലിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടി വരാം. അപ്പോൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇന്റേൺഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ജോബ് റൊട്ടേഷൻ, അതായത് ഷിഫ്റ്റിംഗ് ദി ട്രെയിനിങ് ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് ടു അനദർ ജോബ്. എന്ന് വെച്ചാൽ നമുക്ക് പല ഡിപ്പാർട്ട്മെന്റിലേക്കും നമ്മളെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ പല പല ഡിപ്പാർട്ട്മെന്റിലെ വർക്കുകൾ പഠിക്കാം, അത് യൂസ് ടു ആവാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് വേറൊരു ജോലിയിലേക്ക് ചിലപ്പോൾ ഒരു ഹയർ പൊസിഷനിലേക്ക് പോകുമ്പോൾ എല്ലാ ഏരിയാസിലും നമ്മൾ എന്തായിരിക്കും, അറിവുള്ളവരായിരിക്കും. ഓക്കെ, ദെൻ ഓഫ് ദി ജോബ് മെത്തേഡ്സ്. ഓഫ് ദി ജോബ് മെത്തേഡ് ഞാൻ പറഞ്ഞു, ജോലിക്ക് മുമ്പാണ്, ജോയിൻ ചെയ്യുന്നതിന് മുമ്പാണ് നിങ്ങൾക്ക് ട്രെയിൻ ചെയ്യിക്കുക. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫസ്റ്റ് വൺ, ക്ലാസ് റൂം ലെക്ചേഴ്സ് ഓർ കോൺഫറൻസ്. അതായത് ഇപ്പൊ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ് ഉണ്ടല്ലോ, ഇത് തന്നെ ഒരു ഓർഗനൈസേഷനിൽ വീണ്ടും വീണ്ടും ക്ലാസ്സസ് അല്ലെങ്കിൽ കോൺഫറൻസസ് എല്ലാം റീക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അതിനെയാണ് ഈ ക്ലാസ് റൂം ലെക്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കുക, റൂൾസ്, പ്രൊസീജിയേഴ്സ്, മെത്തേഡ്സ്, ഇതൊക്കെ ഫോളോ ചെയ്തുകൊണ്ടുള്ള, ഒന്നെങ്കിൽ ഓഡിയോ ആയിരിക്കാം, ഓഡിയോ വിഷ്വൽ മീൻസ് മെത്തേഡ്സ് ആയിരിക്കാം, ഓഡിയോ ത്രൂ ആയിട്ടുള്ള ട്രെയിനിങ് ആയിരിക്കാം, അതർവൈസ് വിഷ്വലി വീഡിയോ കോൾ അല്ലെങ്കിൽ ഡെമോൺസ്ട്രേഷൻസ് കാണിച്ചുകൊണ്ടൊക്കെ ആയിരിക്കാം എന്ത്, നിങ്ങൾക്ക് ഈ പറയുന്ന ക്ലാസ് റൂം ലെക്ചേഴ്സ് തരാം. ദെൻ ഫിലിംസ്, അതായത് പ്രൊജക്ടർ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് ഡെമോൺസ്ട്രേഷൻ കാണിക്കും. അതിനെയാണ് ഈ പറയുന്ന ഫിലിംസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടായിരിക്കും, ഡെമോ കാണിച്ചിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇൻഫർമേഷൻസ് നിങ്ങളെ പ്രൊവൈഡ് ചെയ്യുക, ട്രെയിൻ ചെയ്യിക്കാം. ഓക്കെ, ദെൻ കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന കേസ് അല്ല, അതായത് ഒരു ഓർഗനൈസേഷനിലെ പ്രോബ്ലം കൊടുക്കും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിട്ട് ഇന്നൊരു കേസ് വന്നു, ഇന്നൊരു സിറ്റുവേഷൻ വന്നു, എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യണം, ഇത് നിങ്ങൾ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അവരെ ട്രെയിൻ ചെയ്യിക്കുകയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്താണ്, കമ്പ്യൂട്ടർ മോഡലിംഗ്. ഒന്നുമില്ല, വിത്ത് ദ ഹെൽപ്പ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് റിയാലിറ്റീസ്. അതായത് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പൊ എന്താണ്, ലേണിംഗ്, റിസ്ക്, ഹൈ കോസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നതാണെന്ന് ഓൾറെഡി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. എന്താ, ദിസ് ഹെൽപ്സ് ലേണിംഗ് സോ ദാറ്റ് ദ റിസ്ക് ഓർ ഹൈ കോസ്റ്റ് ഓഫ് എ മിസ്റ്റേക്ക് ഇൻ റിയൽ ലൈഫ് സിറ്റുവേഷൻ ക്യാൻ ബി അവോയ്ഡഡ്. ഓക്കെ, അതായത് കമ്പ്യൂട്ടർ മോഡലിംഗ് കഴിഞ്ഞു. ദെൻ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. യെസ് കാവ്യ, എനി ഡൗട്ട്? സോറി, കേട്ടില്ല. കാവ്യ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അൺമ്യൂട്ട് ചെയ്തപ്പോൾ വിചാരിച്ചു ഡൗട്ട് ഉള്ളത് ചോദിച്ചായിരുന്നു കേട്ടോ. നെക്സ്റ്റ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. എന്താണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് ജോലിക്ക് കയറുന്നതിന് മുമ്പേ ആണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് നമുക്ക് തരുന്നത്. അപ്പോ അത് അറ്റൻഡ് ചെയ്യുന്നത്. സോ നമുക്ക് എന്തെങ്കിലും മെഷീൻ യൂസേജോ
അങ്ങനെ എന്തെങ്കിലും ഉണ്ട് നമ്മളുടെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിൽ, ആക്ച്വൽ വർക്കിംഗ് എൻവയോൺമെന്റിലേക്ക് കടക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു മെഷീൻ യൂസേജോ എന്തെങ്കിലുമൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എക്യുപ്മെന്റ്സോ എന്തെങ്കിലുമൊക്കെ ഒരു വർക്കിംഗ് മെറ്റീരിയലോ ഹാൻഡിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് നമുക്ക് തരും. എന്നിട്ട് അത് നമ്മുടെ കയ്യിൽ തന്നിട്ട് നമ്മളെ യൂസ് ചെയ്ത് ട്രെയിൻ ചെയ്യിപ്പിക്കുക. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ജോലിയിലേക്ക് കയറിയതിന് ശേഷമല്ല, അതിന് മുമ്പ് തന്നെ നമ്മളെ ഈ കാര്യങ്ങളിൽ ട്രെയിൻഡ് ആക്കും. ദെൻ എന്താ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ എന്താണ്? ദിസ് മെത്തേഡ് ടേക്സ് ഇൻ ടു അക്കൗണ്ട് പ്രീ അറേഞ്ച്ഡ് ആൻഡ് പ്രപ്പോസ്ഡ് അക്വിസിഷൻ ഓഫ് certain specific skills or general knowledge. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു ലേണിംഗ് പാക്കേജ് ഉണ്ടായിരിക്കും. അതായത് എന്തൊക്കെയാണ് അവിടെ ഹാൻഡിൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ്, ഒരു ചെക്ക് ലിസ്റ്റ് പോലെ. ഓക്കെ, അതായത് അവിടെ എന്തൊക്കെ കാര്യങ്ങളിലാണ് നിങ്ങൾ, ഏതൊക്കെ ഏരിയാസിലാണ് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യേണ്ടി വരിക, പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ളതിന്റെ ഒരു പാക്കേജ് ഉണ്ടായിരിക്കും. അതില് നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. അത്രേ ഉള്ളൂ. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ തരികയാണ്, അത് ത്രൂ നിങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിക്കും. സോ ഓൺ ദി ജോബ് ട്രെയിനിങ് ആൻഡ് ഓഫ് ദി ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതില് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. അതെല്ലാം നോട്ട്സ് വേണോ എന്താണെന്നുള്ള ജസ്റ്റ് ഒരു അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് കവർ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്ന് ഡയറക്റ്റിംഗ് കൂടി ടോപ്പിക് ഇട്ടുണ്ടായിരുന്നു, പക്ഷെ നമുക്കൊരു 1 hour ഉള്ളൂ. അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇത്രയാണ് കവർ ചെയ്യാൻ പറ്റുക. ഞാൻ ഡയറക്റ്റിംഗ് കൂടി നോട്ട്സ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തായാലും നമുക്കത് കവർ ചെയ്യാം. കുറച്ചധികം ടൈം എടുത്തിട്ട് ബിസിനസ് സ്റ്റഡീസ് ടോപ്പിക് കവർ ചെയ്യുന്നതിനോട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഓക്കെ ആണോ? 1 hour തന്നെ മതിയോ? 1 hour കവർ ചെയ്യുന്ന ടോപ്പിക് മതിയോ, ഓർ കൂടുതൽ അവേഴ്സ് വേണമെന്നുണ്ടോ? ആരും റെസ്പോണ്ട് ചെയ്യണില്ലല്ലോ. ചാറ്റിൽ പറയാം. നിങ്ങളുടെ ഒരു ഒപ്പീനിയന് വാല്യൂ തന്നുകൊണ്ടായിരിക്കും നമ്മളുടെ ഇനിയുള്ള മുമ്പോട്ടുള്ള ക്ലാസ്സുകൾ. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. നോ ഡൗട്ട്സ്. ഓക്കെ, താങ്ക് യു സാനിയ. അപ്പോ എനിവേസ് നമുക്ക് ഡയറക്റ്റിംഗ് എന്നുള്ള ഒരു ടോപ്പിക്കാണ് നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് കൂടിയാണ്. കാരണം പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അതായത് ഒരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി സെറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ പ്ലാനിങ്, ഓർഗനൈസിങ് അല്ലെങ്കിൽ സ്റ്റാഫിംഗ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഈ സ്റ്റാഫിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആക്ഷൻ ആണ്. എന്ന് വെച്ചാൽ എംപ്ലോയീസിനെ വർക്ക് ചെയ്യേണ്ടതുണ്ട്, ആ എംപ്ലോയീസിനെ വർക്ക് ചെയ്യിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ്സാണ് ഡയറക്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇപ്പൊ തന്നെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ടീച്ചേഴ്സ് പല ഇൻസ്ട്രക്ഷൻസും തരുന്നുണ്ടാവും. എക്സാമിന് വേണ്ടിയിട്ട് ഇന്ന രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, ഇന്ന ഏരിയാസ് കവർ ചെയ്യണം, അങ്ങനെ പല ഇൻസ്ട്രക്ഷൻസും തരുന്നുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ ഒരു ആക്ഷനിൽ വേണ്ടിയിട്ട് നിങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതാണ്. ദെൻ നിങ്ങളുടെ തന്നെ ഫ്രണ്ട്സ് ചിലപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ഏരിയാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, അവർ ചിലപ്പോൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് സാരില്ല, ടെൻഷനൊന്നും ആവണ്ട, അത് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ ട്ടാ എന്ന് പറഞ്ഞ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോ ഇതുപോലെ തന്നെയാണ് ഒരു ഓർഗനൈസേഷനിലേക്ക് വരുമ്പോ ഒരു മാനേജർ എംപ്ലോയീസിനെ ഡയറക്റ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു ആക്ഷൻ പ്രോസസ്സാണ്. അപ്പോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കവർ ചെയ്യാം. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. 1 hour ക്ലാസ് മതി. ശരിയാണ്, നമുക്ക് ഒരു ചാപ്റ്റർ കവർ ചെയ്യാൻ എന്തായാലും പറ്റില്ല. ടോപ്പിക് ബൈ ടോപ്പിക് നമുക്ക് പതുക്കെ പതുക്കെ കവർ ചെയ്ത് പോവാം കേട്ടോ. കാരണം റാൻഡംലി ആണ് നമുക്ക് ക്ലാസ് വരുന്നത്. മന്ത്ലി ഒരു 1 day ആവും ബിസിനസ് സ്റ്റഡീസ് ഉണ്ടാവുക. അപ്പൊ നമുക്കത് കവർ ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരിവൺ. ഗുഡ് നൈറ്റ്.